ബഹുമാനപ്പെട്ട അധ്യക്ഷനും വേദിയിലും സദസ്സിലിരിക്കുന്ന സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നമസ്കാരം. സ്വാതന്ത്ര്യത്തിന്റെ 60 വർഷം പൂർത്തിയായ ഈ സന്ദർഭം ഭാരതത്തിന്റെ മുക്കിലും മൂലയിലുമെല്ലാം ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തിച്ച് മാലപ്പടക്കം പൊട്ടിച്ച് മധുരപലഹാരം വിതരണം ചെയ്ത് ദരിദ്രനും സമ്പന്നനും പണ്ഡിതനും പാമരനും വൃദ്ധരും ശിശുക്കളുമെല്ലാം ആഘോഷിക്കേണ്ട ദിനമാണ്. പക്ഷേ നമ്മുടെ പോലെയുള്ള ചില പ്രദേശങ്ങൾ ഒഴിച്ചാൽ വിശേഷിച്ചും മുഴുവൻ ഭാരതത്തിലെയും നഗരങ്ങളും ഭരണകേന്ദ്രങ്ങളും അതിർത്തികളും സൈനിക കേന്ദ്രങ്ങളും അധികാര കേന്ദ്രങ്ങളുമെല്ലാം ഭീതിയുടെ മുൾമുനയിലാണ് ഇന്നത്തെ ദിവസങ്ങൾ. വെടിയുണ്ടയേൽക്കാത്ത കണ്ണാടിക്കൂട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം നൽകേണ്ട ഗതികേടാണ് രാഷ്ട്രത്തിന്റെ നായകന്മാർക്ക് എന്നുള്ളത്. എപ്പോഴാണ് ബോംബ് പൊട്ടുന്നതെന്നും ആയിരങ്ങൾ മരിച്ചു വീഴുന്നതെന്നും അറിയാതെ ഭയപ്പെടുത്ത ആകുലതയോടുകൂടി ആൾക്കൂട്ടത്തെ നോക്കി ആയുധങ്ങളുമായി കാവൽ നിൽക്കുന്ന പടയാളികളുടെ നടുവിലാണ് ഇന്ന് ഭാരതം. ആഹ്ലാദിക്കേണ്ട ഈ ദിനത്തിൽ, ആർത്തുല്ലസിക്കേണ്ട ഈ ദിനത്തിൽ, പുതുവർഷ പ്രതിജ്ഞകൾ എടുക്കേണ്ട ഈ ദിനത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ 100-ലധികം കോടി ജനങ്ങൾ ഈ ഭീതിയുടെ മുൾമുനയിൽ നിൽക്കേണ്ടി വന്നത്? ആരാണ് അതിന് ഉത്തരവാദി? എന്തുകൊണ്ടാണ് ഇത്രയധികം ഭീതി നമ്മളിലേക്ക് വിതറിത്തരുവാൻ വേണ്ടി ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്? ഈ ഭീതി ഓരോ വർഷവും നമ്മൾ ഏറ്റുവാങ്ങുവാൻ വേണ്ടിയായിരുന്നു നാം സ്വാതന്ത്ര്യം നേടിയത്. അങ്ങനെയാണെങ്കിൽ ആ സ്വാതന്ത്ര്യം നേടാതിരിക്കുകയില്ലായിരുന്നു എന്നാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ ബലി നൽകി ജീവിതം തകർത്ത് കുടുംബം നശിപ്പിച്ച് ഒരു സ്വാതന്ത്ര്യം നേടേണ്ട ആവശ്യമുണ്ടായിരുന്നു നമുക്ക്. ഓരോ നിമിഷവും ഓരോ ദിനവും നമ്മളിങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ. ഇന്ന് നിങ്ങൾ പട്ടണങ്ങളിൽ മുഴുവൻ സഞ്ചരിക്കുക. ഈ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൽ പോലും രാവിലെ മുതൽ തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾ കാസർഗോഡിലേക്ക് ട്രെയിനിൽ സഞ്ചരിച്ചാൽ ഓരോ റെയിൽവേ സ്റ്റേഷനിലും ഭയപ്പെടുത്തുന്ന അനൗൺസ്മെന്റുകളുണ്ട്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ബാഗുകളോ മുതിക്കെട്ടുകളോ കണ്ടാൽ എടുക്കരുത്. നിങ്ങൾക്ക് അപരിചിതരായവർ നിങ്ങളെ സമീപിച്ചാൽ അവരോട് സംസാരിക്കരുത്. ഏതെങ്കിലും സംശയാസ്പദമായ ഒരു പാഴ്സൽ കണ്ടാൽ നിങ്ങൾ പോലീസിനെ അറിയിക്കുക. എവിടെയും ഈ മൈക്ക് കെട്ടിവെച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും നഗരമധ്യത്തിലും മുഴുവൻ മൈക്ക് കെട്ടി ഭയപ്പെടുത്തുന്ന ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇതാണോ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് തരേണ്ട സന്ദേശം? ഇതായിരുന്നു നേതാക്കന്മാർ, ഭരണാധികാരിമാർ നമ്മളെ സ്വാതന്ത്ര്യത്തിന്റെ ദിനത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുന്നതിന് പറയേണ്ട വാക്യങ്ങൾ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗതികേടുണ്ടായത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭയം നമുക്ക് സൃഷ്ടിക്കാൻ ഇടയായത്? ആരാണതിന് ഉത്തരവാദി എന്ന് ഈ നാടിനെ നയിക്കുന്ന ഇന്നത്തെ തലമുറയുടെ വക്താക്കൾ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, അറിയുവാൻ ബാധ്യസ്ഥരാ. ചരിത്രം പഠിക്കാത്തവർക്ക് ജീവിക്കുവാൻ അർഹതയില്ല. ഞാനും നിങ്ങളും നമ്മൾ 1-ാം ക്ലാസ് മുതലോ അതിനു മുമ്പ് നഴ്സറി മുതലോ പഠിച്ചു വരുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഉദ്യോഗം നിർവഹിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷം മരണത്തെ പുൽകി ജീവിതം അവസാനിപ്പിക്കുമ്പോൾ പട്ടിയും പന്നിയും ജീവിച്ച് മരിച്ചതുപോലെയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു വിദ്യാസമ്പന്നമായ ജീവിതം നമുക്ക് കിട്ടിയത്? എന്തിനാണ് ഇത്രയും സുന്ദരമായ ഒരു മനുഷ്യജന്മം നമുക്ക് കിട്ടിയത്? അങ്ങനെ ജീവിച്ച് മരിച്ചൊടുങ്ങാനായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒടുങ്ങുവാനല്ല നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയത്, അങ്ങനെ ഒടുങ്ങുവാനല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, അങ്ങനെ ഒടുങ്ങുവാനല്ല നമ്മുടെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം നേടിയതെന്നും എങ്ങനെയാണ് നേടിയതെന്നും ഈ ഭീതിയിലേക്ക് അതിനെ തള്ളിവിട്ടത് ആരാണ് എന്നും അതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കുവാൻ ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ തയ്യാറാവുകയും ആ സ്വാതന്ത്ര്യ ദിനത്തിൽ ആ കാരണങ്ങളെ കണ്ടെത്തി
ആ കാരണങ്ങൾ പരിഹരിക്കുവാനുള്ള പ്രയത്നത്തിൽ നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടേതായ പങ്ക് മാറ്റിവെച്ച് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നാം ഈ ഭാരതത്തിന്റെ പൗരനാണ് എന്ന് പറയുന്നതിന് യാതൊരു അർഹതയും ഉണ്ടാവുകയില്ല. ഭാരതമാതാവിന്റെ സന്തതിയാണെന്ന് പറയുവാൻ യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല. അല്പം മുമ്പ് ഇതിലെ റാലി കടന്നുപോയി, സ്വാതന്ത്ര്യദിന റാലികൾ, കുട്ടികളുടെ റാലികൾ. ആ റാലിയിൽ ഭാരതാംബയുടെ വേഷം കെട്ടിയ കുട്ടികളുണ്ടായിരുന്നു, ഝാൻസി റാണിയുടെ വേഷം കെട്ടിയ കുട്ടികളുണ്ടായിരുന്നു, സുഭാഷ് ചന്ദ്രബോസിന്റെ വേഷം കെട്ടിയ കുട്ടികളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വശേ ആഹ്ലാദത്തിന്റെ പേരിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ശിശുക്കളുള്ളപ്പോൾ മുതിർന്നവർ മുഴുവൻ അവർക്ക് സന്ദേശം നൽകുവാൻ പോകുന്ന ഭരണാധികാരി ഭയത്തിന്റെ മുൻമുനയിലാണ് നിൽക്കുന്നത്. ചുറ്റിനും തോക്കേന്തിയ പതാകകളുടെ സംരക്ഷണത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ആ ഗതി ഭാവി ഭാരതത്തിനുണ്ടാകാതിരിക്കണമെങ്കിൽ, നമ്മളുടെ ഭാവിയിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് ഈ ഭീതി ഉണ്ടാകാതെ സുരക്ഷിതമായ സ്വാതന്ത്ര്യബോധം അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം തന്നെ എന്താണ് എന്ന് തിരിച്ചറിയണം. ആ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നാം ഇന്ന് പറയുന്ന സ്വാതന്ത്ര്യം എന്ന വാക്കുപോലും എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഒരു തനിമയുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിയുടെ തനിമയെ ആവിഷ്കരിക്കുവാനുള്ള അവസ്ഥയാണ് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഓരോ രാഷ്ട്രത്തിനും ആ രാഷ്ട്രത്തിൻ്റെതായ ഒരു സ്വത്വമുണ്ടാകും. ആ രാഷ്ട്രത്തിന്റെ സ്വത്വത്തിനെ ആവിഷ്കരിക്കുവാനുള്ള അവസ്ഥയ്ക്കാണ് ആ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വ്യക്തിയുടെ ആയാലും രാഷ്ട്രത്തിന്റെ ആയാലും ഈ സ്വത്വ ആവിഷ്കാരത്തിന് തടസ്സങ്ങൾ നേരിടുന്നതിനെ അസ്വാതന്ത്ര്യമെന്നും ആ തടസ്സങ്ങളെ നീക്കുവാനുള്ള പരിശ്രമങ്ങളെ സ്വാതന്ത്ര്യ സമരമെന്നും വേണം നാം മനസ്സിലാക്കുവാൻ. 3 ഭാരതത്തിന് വെളിയിൽ പ്രബലമായ സാമ്രാജ്യങ്ങളോ മതങ്ങളോ എന്നാണോ ഉടലെടുത്തത് അന്നു മുതൽ ഭാരതത്തിലേക്ക് കടന്നു കയറുവാനും ഭാരതത്തിൽ ആധിപത്യം ഉറപ്പിക്കുവാനുമുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എന്നു മുതലാണോ ഭാരതത്തിന് വെളിയിൽ പ്രബല സാമ്രാജ്യങ്ങളുണ്ടായത്, മതങ്ങളുണ്ടായത്, അന്ന് മുതൽ ആധിപത്യത്തിനുള്ള ശ്രമം ഉണ്ടായി. 3 തരം ആക്രമണങ്ങളാണ് ഭാരതത്തിലേക്ക് കടന്നു വന്നത്. 3 തരം. അതിലാദ്യത്തേത് അഥവാ ഒരു തരം സൈനികമായ ആക്രമണം, കൂട്ടമായ ആക്രമണം നടത്തി എല്ലാം നശിപ്പിച്ച് മുച്ചൂടും മുടിച്ച് കൊള്ളിവെച്ച് കൊള്ള ചെയ്ത് കൊല നടത്തി തിരിച്ചു പോകുന്ന ആക്രമണകാരികൾ. മറ്റൊരു കൂട്ടർ കടന്നു വന്നത് ആക്രമണത്തോടൊപ്പം, സൈനിക ആക്രമണത്തോടൊപ്പം മതപരമായ ആക്രമണവും കൂടി, മതപരമായ ലക്ഷ്യവും കൂടി. മൂന്നാമതൊരു ലക്ഷ്യമുണ്ടായത് സാംസ്കാരികമായ അധിനിവേശം. സൈനികവും മതപരവും സാംസ്കാരികവുമായ ആക്രമണങ്ങളാണ് ഭാരതത്തിലേക്ക് കഴിഞ്ഞ 2500 വർഷക്കാലത്തിനുള്ളിൽ നടന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒരു തരം ആക്രമണമോ സംയുക്തമായോ ആണ് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇവയെ ചെറുക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ ആണ് സ്വാതന്ത്ര്യ സമരങ്ങൾ. ആ സ്വത്വത്തെ തടയുവാനുള്ള ഈ ആക്രമണങ്ങളെ ഒക്കെ ചെറുക്കുവാൻ എന്ത് പരിശ്രമം ആര് നടത്തിയോ അതൊക്കെ സ്വാതന്ത്ര്യ സമരമാണ്. സ്വാതന്ത്ര്യ സമരം എന്നാൽ നാം സമരം നടത്തുവാൻ തെരുവിലിറങ്ങുന്നത് മാത്രമല്ല, ആയുധമെടുത്ത് ശത്രുവിനോട് പോരാടുന്നത് മാത്രമല്ല, ഈ സ്വത്വ ആവിഷ്കാരത്തിന് വേണ്ടി നടത്തുന്ന ഏത് പരിശ്രമവും ആര് നടത്തിയാലും അതൊക്കെ സ്വാതന്ത്ര്യ സമരമായിട്ടായിരുന്നു നമ്മളെ പഠിപ്പിക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണോ നിങ്ങൾ പഠിച്ചത് എന്ന് ആലോചിക്കണം. ഈ പരിശ്രമം നടത്തിയ കവികളുണ്ടായിരുന്നു. ഈ സ്വത്വാവിഷ്കാരത്തിന്റെ അവസ്ഥ സംജാതമാക്കുവാൻ വേണ്ടി വിപ്ലവകാരികളുണ്ടായിരുന്നു, നവോത്ഥാന നായകന്മാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു, കർഷകരുണ്ടായിരുന്നു, ഗ്രാമീണരുണ്ടായിരുന്നു, പ്രഭുക്കന്മാരുണ്ടായിരുന്നു, ചക്രവർത്തിമാരുണ്ടായിരുന്നു, സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന, താൽക്കാലികമോ ഭാഗികമോ ആയിട്ടെങ്കിലും നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ കാരണം. ഇവരൊക്കെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ആരെങ്കിലും ഒരു കൂട്ടർ നടത്തിയതല്ല. ഈ ചരിത്രം ശരിയായ രീതിയിലല്ല ഇപ്പോൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 60 വർഷമായിട്ട്. ആണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം. വിദ്യാലയത്തിലും കലാലയത്തിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രം ഇങ്ങനെയാണോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? സ്വാതന്ത്ര്യ സമരം എന്നാൽ നമ്മളെ പഠിപ്പിച്ചത് ബ്രിട്ടീഷ് വിരുദ്ധ സമരം എന്നാണ്. വേറെ ഏതെങ്കിലും സ്വാതന്ത്ര്യ സമരം നിങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടോ? ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്നതാണ് സ്വാതന്ത്ര്യ സമരം ആണോ?
ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയാൽ സ്വാതന്ത്ര്യ സമരമാകുമോ? അങ്ങനെയാണെങ്കിൽ ഭാരതത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയിട്ടുണ്ട് ഡച്ചുകാർ, ഭാരതത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയിട്ടുണ്ട് പോർച്ചുഗീസുകാർ, ഭാരതത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയിട്ടുണ്ട് ഫ്രഞ്ചുകാർ. അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളല്ലേ ഭാരതത്തിന്റെ? എന്തുകൊണ്ട് അവരെ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല? അവർ ബ്രിട്ടീഷുകാർക്കെതിരെ ഭാരതത്തിന്റെ മണ്ണിൽ വെച്ച് യുദ്ധം ചെയ്തിട്ടും അതല്ല മാനദണ്ഡം. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്നതല്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ മാനദണ്ഡം. പിന്നെയോ ഈ സ്വത്വ ആവിഷ്കാരം, ആത്മ ആവിഷ്കാരത്തിന് വേണ്ടിയ നടത്തിയ പരിശ്രമം ആണോ എന്നത് മാത്രമായിരിക്കണം സ്വാതന്ത്ര്യ സമരത്തിന്റെ മാനദണ്ഡം. മറ്റൊരു തെറ്റായ പഠിപ്പിക്കൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരം എന്നാൽ അഹിംസാ സമരമാണ്, അഹിംസയിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം. നിങ്ങൾ വിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വാതന്ത്ര്യ ദിനങ്ങളിൽ കേട്ട പ്രസംഗങ്ങളിൽ നിശ്ചയമായും കേട്ടിട്ടുള്ള ഒരു വാക്യം ഒരുപക്ഷെ ഓർമ്മപ്പെടുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു തുള്ളി ചോര പോലും വീഴ്ത്താതെ നേടിയ സ്വാതന്ത്ര്യം, ഒരു വെടിയുണ്ട പോലും പൊഴിക്കാതെ നേടിയ സ്വാതന്ത്ര്യം. ഇത് പറയാത്ത ഒരു വിദ്യാലയവുമില്ല, ഇത് പറയാത്ത ഒരു സ്വാതന്ത്ര്യ ദിന സന്ദേശവും ഇല്ല. ആണോ? അങ്ങനെയാണോ സ്വാതന്ത്ര്യം നേടിയത്? ഒരു തുള്ളി ചോര പോലും പൊഴിക്കാതെയാണോ നേടിയ സ്വാതന്ത്ര്യം? ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരം പോലും എടുത്തു, അതിന്റെ ചരിത്രം പോലും നാം പരിശോധിക്കുക. അതിന് അവർക്കെതിരെ നടത്തിയ വിപ്ലവകാരികൾ, ആയിരക്കണക്കിന് വിപ്ലവകാരികൾ ഒഴുക്കിയ രക്തത്തിന്റെ വില ഏത് ചരിത്ര പുസ്തകത്തിലാണ് എഴുതി ചേർക്കുക? ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര ഭടന്മാർ ഏറ്റുവാങ്ങിയ വെടിയുണ്ടയുടെ കണക്ക് ഏത് ചരിത്ര പുസ്തകത്തിലാണ് എഴുതി ചേർക്കുക? 1919 ജാലിയൻ വാലാബാഗിൽ വെടിയേറ്റ് വീണ ആയിരങ്ങളുടെ രക്തത്തിന്റെയും ജീവന്റെയും വില ഏത് ചരിത്രത്തിലാണ് എഴുതി ചേർക്കുക? 1946 പാകിസ്ഥാൻ അനുവദിക്കുന്നിടം വരെ കലാപമെന്ന് പറഞ്ഞുകൊണ്ട് ബംഗാളിൽ മുഴുവൻ രക്തപ്പുഴയൊഴുക്കി 10,000-കണക്കിന് ഹിന്ദുക്കളെ അരിഞ്ഞു തള്ളി നേടിയ പാകിസ്ഥാന്റെ പേരിൽ നഷ്ടപ്പെട്ട ഭാരതീയന്റെ ജീവരക്തത്തിന്റെ വില ഏത് ചരിത്ര പുസ്തകത്തിലാണ് എഴുതി ചേർക്കുക? 1947 ഓഗസ്റ്റ് 14-നും 15-നും നടന്ന വിഭജനത്തിന്റെ പേരിൽ നടന്ന കൂട്ടക്കലാപങ്ങൾ, നവഖാലിയിലും മറ്റും നടത്തിയ, പഞ്ചാബിൽ നടത്തിയ, ലാഹോറിൽ നടത്തിയ 10,000-ങ്ങളെ അരിഞ്ഞു തള്ളി പുഴ പോലെ സമുദ്രം പോലെ ഒഴുക്കിയ രക്തത്തിന്റെ വില ഏത് ചരിത്ര പുസ്തകത്തിലാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? ഇതൊക്കെ എടുത്തു മാറ്റിയിട്ട് ഈ രക്തത്തിന്റെയും ജീവന്റെയും വില ചരിത്ര പുസ്തകത്തിൽ നിന്ന് മാറ്റിയിട്ട് വേണമായിരുന്നോ ഒരു തുള്ളി ചോര പോലും വീഴ്ത്താതെ നേടിയ സ്വാതന്ത്ര്യം എന്ന വിഭിന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുവാൻ? ഒരു വെടിയുണ്ട പോലും ഏൽക്കാത്ത സ്വാതന്ത്ര്യമെന്ന് രാഷ്ട്ര നേതാക്കന്മാർ, നായകന്മാർ, ഭരണാധികാരിമാർ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഈ ലക്ഷാവധി സായുധ സമരങ്ങൾ നടത്തിയ, ലക്ഷാവധി വെടിയേറ്റ് വീണ സ്വാതന്ത്ര്യ സമര ഭടന്മാരോട് കാണിക്കുന്ന നീതിക്ക് നിരക്കാത്ത നന്ദികേടല്ലേ അത്? അവരുടെ ജീവനോട് ചെയ്യുന്ന, അവരുടെ ആത്മാവിനോട് ചെയ്യുന്ന നന്ദികേടിൽ പരം ഒരു ചരിത്ര ധ്വംസനം നമുക്കാർക്കെങ്കിലും ചെയ്യുവാൻ വേറെയുണ്ടോ? അഹിംസയിലൂടെയാണെന്നും ചോര ചിന്താതെയാണ് സ്വാതന്ത്ര്യം നേടിയതെന്നും ആരെങ്കിലും പഠിപ്പിച്ചാൽ ആ അധ്യാപികയെ മുന്നിൽ നിർത്തി ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. ഈ വിലയുടെ, ഈ ചരിത്രത്തിന്റെ വില ഏത് പുസ്തകത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കുവാനുള്ള തന്റെ ഇടം കാണിക്കണം. അപ്പോഴേ ചരിത്രം തിരുത്തപ്പെടുകയുള്ളൂ. ചരിത്രം തിരുത്തുവാനുള്ളവരാണ് വിദ്യാർത്ഥികൾ. ചരിത്രം മാറ്റി എഴുതുവാൻ വിധിക്കപ്പെടുന്നവരാണ് നിങ്ങൾ ചരിത്രത്തെ തിരുത്തണം. മറ്റൊരു പഠിപ്പിക്കൽ സ്വാതന്ത്ര്യ സമരം നടത്തിയതും അത് സ്വാതന്ത്ര്യം നേടിത്തന്നതും കോൺഗ്രസ് ആണെന്നാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. കോൺഗ്രസുകാർ ഉണ്ടാവുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ സമരം നടന്നിട്ടില്ല എന്നർത്ഥം. കോൺഗ്രസുകാരുണ്ടായി കഴിഞ്ഞിട്ടും വേറെ സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നിട്ടില്ല എന്നാണ് ആ പഠിപ്പിക്കലിന്റെ അർത്ഥം. അങ്ങനെയാണ് നവോത്ഥാന നായകന്മാരും വീരന്മാരായ വിപ്ലവകാരികളും നടത്തിയ സ്വാതന്ത്ര്യ സമരം ഏതിന്റെ ചരിത്രത്തിലാണ് വരിക? അവരൊന്നും കോൺഗ്രസ് അല്ല. അങ്ങനെയല്ല, ആയിരക്കണക്കിന് വിപ്ലവകാരികളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. ഈ ചരിത്രം മുഴുവൻ നാം തിരുത്തുവാൻ തയ്യാറാകുമ്പോഴേ ശരിയായ സ്വാതന്ത്ര്യ സമര ചരിത്രം അല്പമെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയുള്ളൂ. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ സവിശേഷമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 1857-ന്റെ 150-ാം വർഷം എന്നാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നും ശിപായി ലഹളയെന്നും ആണ് അതിനെ നമ്മൾ പഠിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യ സമരമെന്ന 150 വർഷമേ ആയിട്ടുള്ളൂ. 150 വർഷമാണോ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രമുള്ളത്? അത് തന്നെ ശിപായി ലഹളയാണോ എന്നുള്ളത് മറ്റൊരു ചരിത്രം. 150 വർഷമേ സ്വാതന്ത്ര്യ സമര ചരിത്രമുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരു ദുരുദ്ദേശം അത് പറയുന്നവർക്കുണ്ട്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം 2400 വർഷത്തെ
ഭാരതത്തിൻ്റെതാണ്. ഞാൻ പറഞ്ഞു, എന്നാണോ പ്രബലമായ സാമ്രാജ്യം ഭാരതത്തിന് വെളിയിലുണ്ടായത് അന്നു മുതൽ ആധിപത്യ ശ്രമം നടത്തിയെന്ന്. ഏറ്റവും പ്രബലമായ ഒരു ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ. BC 326 ആണ് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് ഭാരതത്തിൽ. BC 326 അലക്സാണ്ടർക്കെതിരെ നടത്തിയ സമരമാണ് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം. ആ അലക്സാണ്ടർ കടന്നു കയറി വന്നപ്പോൾ നിരവധി ഗ്രാമങ്ങളും രാജ്യങ്ങളും അതിനെതിരെ യുദ്ധം നടത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ ആ സമരത്തിൽ ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ശത്രുക്കളെയും അരിഞ്ഞു തള്ളിയിട്ടുണ്ട്, കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ സമരവും സ്വാതന്ത്ര്യ സമരമാണ്. അന്ന് തുടങ്ങിയ സ്വാതന്ത്ര്യ സമരം അലക്സാണ്ടർ വന്ന് കടന്നുപോയി 1.5 വർഷമേ ഭാരതത്തിൽ നിലനിൽക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. അതിനോടകം യുദ്ധത്തിൽ മുറിവേറ്റ് പരാജിതനാണെന്ന് സമ്മതിക്കാതെ കീഴടക്കി വന്ന പ്രദേശങ്ങളെ സാമന്തന്മാരെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ച് 1.5 വർഷത്തിനുള്ളിൽ ഭാരതത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മൂലയിലൂടെ കടന്നു പോകുവാൻ മാത്രമേ അലക്സാണ്ടർക്ക് കഴിഞ്ഞുള്ളൂ. മരിച്ചു എന്നാണ് ഗ്രീസിലും ഭാരതത്തിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ അറിഞ്ഞത്. ആ രാജ്യങ്ങളൊക്കെ അലക്സാണ്ടർ അതിനു മുൻപ് കീഴടക്കിയ രാജ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ മരിച്ചില്ല എന്ന് അറിഞ്ഞ് വീണ്ടും ആ പ്രദേശങ്ങളൊക്കെ ശാന്തമാവുകയും 1.5 വർഷത്തിനുള്ളിൽ അലക്സാണ്ടർ മുറിവേറ്റ് അലക്സാണ്ടർ സ്വന്തം രാജ്യത്ത് പോയി ചരമഗതിയെ പ്രാപിക്കുകയും ചെയ്തു. 1.5 വർഷം മാത്രമാണ് ആദ്യത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രമുള്ളത്. അതിനുശേഷവും ഗ്രീസിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അലക്സാണ്ടറുടെ പിൻഗാമി വന്നു. അപ്പോഴേക്കുമാണല്ലോ നിങ്ങൾ പാഠങ്ങളിൽ പഠിച്ചിട്ടുള്ള ഒരു പേർ ചന്ദ്രഗുപ്തനും ചാണക്യനും. ചന്ദ്രഗുപ്തനും തക്ഷശിലയിലെ ഭരണാധികാരിമാരായിരുന്നു. തക്ഷശിലയിൽ സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരുന്ന ചന്ദ്രഗുപ്തനെ 1-ാം തരം ചക്രവർത്തിയാക്കി മാറ്റിയ ചാണക്യതന്ത്രം എന്ന് നാം കേട്ടിട്ടില്ലേ? അലക്സാണ്ടർ പോയ ഉടനെ ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ച് സൈനിക സജ്ജീകരണങ്ങൾ നടത്തി മഹാസാമ്രാജ്യം സ്ഥാപിച്ച് 6 ലക്ഷം കാലാൾ സൈന്യത്തെയും 4000 തേരും 30,000 കുതിരയും 2000 ഗജസൈന്യവുമുള്ള ബൃഹത്തായ ചതുരംഗ സൈന്യത്തെ സമാഹരിച്ച് മുഴുവൻ ഭാരതത്തിന്റെ ഭാഗങ്ങളെയും ചേർത്ത് ബൃഹത്തായ സാമ്രാജ്യം സ്ഥാപിച്ചു. അലക്സാണ്ടറുടെ പിൻഗാമി വന്നപ്പോൾ സെലൂക്കസ് വന്ന് പറഞ്ഞു, അലക്സാണ്ടറുടെ സ്ഥലം തിരിച്ചു തരണം, രാജ്യം തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രഗുപ്തൻ പറഞ്ഞത് ഒരു ഭാഗം തിരിച്ചു പിടിച്ചിരുന്നില്ല, ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ. അലക്സാണ്ടറുടെ പിൻഗാമിയോട് ചന്ദ്രഗുപ്തൻ പറഞ്ഞത്, ജീവൻ വേണമെങ്കിൽ ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ തിരിച്ചു തന്നിട്ട് നിങ്ങൾക്ക് സ്വന്തം രാജ്യത്തിൽ തിരിച്ചു പോകാം. യുദ്ധം നടത്തി. അത് കേൾക്കാതെ പരാജിതനായ സെലൂക്കസ് സ്വന്തം മകളെ ചന്ദ്രഗുപ്തന് വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ഗ്രീസിലേക്ക് പലായനം ചെയ്യുകയാണ് ചെയ്തത്, ജീവൻ രക്ഷിക്കുവാൻ. അതിനുശേഷം ദശാബ്ദങ്ങളോളം 1.5 നൂറ്റാണ്ടുകാലത്തോളം ഒരു ശത്രുവിനും ഭാരതത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടും ഗ്രീസിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായി. അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിസ്തരിച്ച് നിങ്ങൾ പഠിക്കേണ്ടതാണ്. പിന്നീട് പല കാലങ്ങളിലും പല പ്രദേശത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കുശാന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ഭാരതത്തിൽ ആക്രമിച്ചു വന്നു. അവരെയും പരാജയപ്പെടുത്തി ഭാരതത്തിൽ. അതിനുശേഷം ശകന്മാർ ആക്രമിച്ചു വന്നു ഭാരതത്തിലേക്ക്. പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി കലണ്ടർ എടുത്തു നോക്കുക. ശകവർഷം എന്നൊന്ന് കാണാം. ആരാ ഉണ്ടാക്കിയത് ഈ ശകവർഷം? എന്തിന്റെ പേരിലുണ്ടായതാണ്? ശാകന്മാരെന്ന് പറയുന്നത് ക്രൂരന്മാരായ വിദേശ ആക്രമണകാരികളെ, ഭാരതത്തിന് വെളിയിലുള്ള പല പ്രദേശങ്ങളിൽ കീഴടക്കി വന്ന ആക്രമണകാരികളെ പരാജയപ്പെടുത്തിയ വിക്രമാദിത്യൻ എന്ന് പേര് സമ്പാദിച്ച ചന്ദ്രഗുപ്തൻ ആ ശാകന്മാരെ പരാജയപ്പെടുത്തിയ സുദിനത്തെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ചരിത്രത്തിൽ എഴുതി ചേർത്ത നവയുഗമാണ്, പുതുയുഗമാണ് ശകവർഷം. നമ്മൾ ആ ചരിത്രം പഠിപ്പിക്കുന്നുണ്ടോ നമ്മളെ? ആ ശകന്മാരെയും പരാജയപ്പെടുത്തിയ ചരിത്രം ഭാരതത്തിന്റെയാണ്. അതിനുശേഷമാണ് അതിഭീകരന്മാരായ കൊടും കാട്ടാളന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം വീണ്ടും വന്നത് മധ്യേഷ്യയിൽ നിന്ന്. ഹൂണന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടർ. അവർ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തകർത്തു. ലോകത്തിലെ എല്ലാ രാജാക്കന്മാരെയും വധിച്ച് കൂട്ടത്തോടെ വെട്ടുക്കിളിക്കൂട്ടം വരുന്നത് പോലെയാണ് അവർ കടന്നു വന്നത്. എവിടെയൊക്കെ രാജ്യങ്ങളുണ്ടോ, എവിടെയൊക്കെ അധികാരമുണ്ടോ, എവിടെയൊക്കെ സമ്പത്തുണ്ടോ അത് മുഴുവൻ അവർ ആക്രമിച്ച് തകർത്തു. കൂട്ടക്കൊലകളും എല്ലാം കത്തിച്ച് നശിപ്പിച്ചിട്ടാണ്. അധികാരത്തിന് വേണ്ടി ആയിരുന്നില്ല അവർ വന്നത്, സമ്പത്ത് കൊള്ളയടിക്കുക. അവരെ ഭയപ്പെട്ടിട്ടാണ്
ചൈന വൻമതിൽ ഉണ്ടാക്കിയത്. ചരിത്രത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്ന് ചൈന വൻമതിൽ ഉണ്ടാക്കിയത് ഈ ഹൂണന്മാരെ ഭയപ്പെട്ടിട്ടാണ്. ആ ഹൂണന്മാരെ പോലും ഭാരതത്തിൽ വെച്ച് പരാജയപ്പെടുത്തി യശോധർമ്മൻ എന്ന് പറയുന്ന മഹാചക്രവർത്തി. അതും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വരേണ്ടതാണ്. അതിനുശേഷം തുടർച്ചയായി പ്രബലമായ മതങ്ങളുണ്ടായപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കേണ്ടതാണ്. AD 711 610 ഉണ്ടായ ഇസ്ലാം മതം 3 കൊല്ലമായപ്പോഴേക്കും ഭാരതത്തിലേക്ക് ആക്രമിച്ചു വന്നു. 711 മുഹമ്മദ് ബിൻ ഖാസിം ഡൽഹി ആക്രമിച്ചത്. 1001 മുഹമ്മദ് ഗസ്നി ആക്രമണം ആരംഭിച്ച് നിരവധി തവണ ഭാരതത്തിലേക്ക് വന്നത്. ആ ഗസ്നിയെ പഞ്ചാബിൽ വെച്ച് പലതവണ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ജയപാലൻ എന്നും അനന്തപാലൻ എന്നും പറയുന്ന 2 രാജാക്കന്മാർ. 1191 മുഹമ്മദ് ഘോറി ആക്രമിച്ചു വരുന്നത്. ആ മുഹമ്മദ് ഘോറിയെ ഡൽഹി ചക്രവർത്തി പൃഥ്വിരാജ് ചൗഹാൻ ആക്രമിച്ച് വരിഞ്ഞ് കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ആക്രമിച്ചു വരില്ല നിങ്ങളുടെ രാജ്യത്തേക്കെന്ന് പറഞ്ഞ് മാപ്പിരുന്നിട്ടാണ് ഘോറി തിരിച്ചു പോയത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചതിയന്മാർക്കും കുറവില്ലല്ലോ. കൗരവ പാണ്ഡവന്റെ യുദ്ധകാലം മുതലേ ചതിയന്മാർ ഭാരതത്തിലുണ്ട്. ആ ചതിയന്മാരുടെ പിൻഗാമികളിൽ ഒരുവൻ ജയചന്ദ്രൻ പൃഥ്വിരാജ് ചൗഹാനെ ചതിച്ച് വീണ്ടും ഘോറിയെ ക്ഷണിച്ചു വരുത്തി യുദ്ധം നടത്തി. അങ്ങനെയാണ് പൃഥ്വിരാജിനെ പരാജയപ്പെടുത്തിയത്. അതിനുശേഷം ഘോറി വന്നു കഴിഞ്ഞിട്ടാണ് 1526 നിങ്ങൾ പഠിച്ചിട്ടുള്ള മുഗള ആക്രമണം ബാബർ ആക്രമിച്ചു തുടങ്ങിയത്. ഇങ്ങനെ ആക്രമണകാരികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ നാം അങ്ങ് കീഴടങ്ങി കൊടുക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്. ആ ആക്രമണത്തെ ശക്തിയായി ചെറുക്കുവാനും പലപ്പോഴും പരാജയപ്പെടുത്തി സ്വാതന്ത്ര്യത്തെ പുനഃപ്രഖ്യാപനം നടത്തുവാനും നമ്മുടെ വീരന്മാരായ നായകന്മാർ ഉണ്ടായിരുന്നു. ഒരു കാലത്തും നാം തല കുനിച്ചു കൊടുത്ത അല്ല അടിമയായത്. പിന്നെയോ നമ്മളെ അടിച്ചു വീഴ്ത്തിയിട്ടാണ് പലപ്പോഴും ശത്രുക്കളെ അടിച്ചോടിക്കുകയും ചെയ്തു. അങ്ങനെ അടിച്ചോടിച്ച ചരിത്രവും ഭാരതത്തിൻ്റെതാണ്. സ്വാതന്ത്ര്യം നിരവധി തവണ പ്രഖ്യാപിച്ച ചരിത്രവും ഭാരതത്തിൻ്റെതാണ്. ബാബർ ആക്രമിച്ചു വന്നപ്പോൾ തൊട്ട് ഹെമു തിരിച്ചടിച്ചു. പക്ഷേ 2ാമത്തെ യുദ്ധത്തിൽ ഹെമു പരാജയപ്പെട്ടു. അതിനുശേഷം വന്ന മുഗൾ ചക്രവർത്തിമാരോട് യുദ്ധം ചെയ്ത ചരിത്രം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? മഹാനായ അക്ബറുടെ ചരിത്രം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ അക്ബറോട് പടപൊരുതി വീര്യത്തോടുകൂടി നിന്ന റാണി പത്മിനിയുടെ ചരിത്രം നിങ്ങളെ പഠിപ്പിച്ചോ? 30,000 പേരാണ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. അക്ബർ എന്ന് പറയുന്ന മഹാനെന്ന് നിങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആ മുഗള ഭരണാധികാരിയെ എതിരിടുവാൻ റാണി പത്മിനി എന്ന് പറഞ്ഞ നിങ്ങളുടെ പൂർവിക വനിത നടത്തിയ യുദ്ധത്തിൽ 30,000 പേര് കൊല്ലപ്പെട്ടു. അവർ വീര്യത്തോടുകൂടി യുദ്ധം ചെയ്തത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ലേ? അതിനുശേഷം എത്രയോ വീരന്മാർ. സിഖ് മതം ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഭാരതത്തിൽ ഒത്തിരി മതങ്ങളുണ്ട്. ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു. സിഖ് മതം ഉണ്ടായത് എങ്ങനെയാണ്? മുഗളന്മാരുടെ അത്യാചാരം, ഇസ്ലാമിക ഭരണാധികാരികളുടെ അത്യാചാരം കണ്ട് സഹിക്കവയ്യാതെ മതപരമായ അടിമത്വത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഗുരുനാനക് എന്ന മഹാൻ ഓരോ ഹിന്ദു വീടുകളിൽ നിന്നും ഓരോ പുത്രന്മാരെ കൂട്ടിച്ചേർത്ത് ഈ സമൂഹത്തിനെ, രാജ്യത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ മതമാണ് സിഖ് മതം. അത് ഇതിന് വെളിയിൽ നിന്നുണ്ടായതല്ല, മറ്റൊരു മതമല്ല, ഹിന്ദു സംസ്കാരത്തിന്റെ തന്നെ ഭാഗം. ആ ഗുരുനാനാക്ക് മുതൽ ഗുരു ഗോവിന്ദ സിംഹൻ വരെയുള്ള 10 ഗുരുക്കന്മാർ, അവരിൽ പലരും കൊല്ലപ്പെട്ടു. ആ 10 ഗുരുക്കന്മാർ ചെയ്ത സ്വാതന്ത്ര്യ സമര ചരിത്രം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും പാഠങ്ങളിലൂടെ? അവരുടെ ഭരണവും പരിഷ്കാരവും നമ്മളെ പഠിപ്പിച്ചു. ദിൽ ഇലാഹിയെ കുറിച്ച് പഠിപ്പിച്ചു. എന്തുകൊണ്ട് ഗുരു ഗോവിന്ദ സിംഹന്റെ ഖൽസാ പന്തിനെ കുറിച്ച് പഠിപ്പിച്ചില്ല? ഗുരു ഗോവിന്ദ സിംഹൻ അവസാനത്തെ ഗുരുവാണ്. അവരൊക്കെ നടത്തിയ യുദ്ധങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രമായി നമ്മളെ പഠിപ്പിക്കേണ്ടതായിരുന്നില്ലേ? മുഗളന്മാരോട് എതിരിട്ട റാണാ പ്രതാപ സിംഹന്റെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചോ? മുഗളന്മാരെ പരാജയപ്പെടുത്തിയ, ഔറംഗസീബിനെ പരാജയപ്പെടുത്തിയ മഹാനായ ശിവജിയുടെ ചരിത്രം വിശദമായി നിങ്ങളെ പഠിപ്പിച്ചോ? ശിവാജി നടത്തിയ സ്വാതന്ത്ര്യ സമര ചരിത്രം. ഈ സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെയും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരമല്ലേ? ഈ വിദേശ അക്രമികളോട് നടത്തിയ യുദ്ധങ്ങളൊക്കെ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സ്വാതന്ത്ര്യ സമരങ്ങളല്ലേ? അതും നമ്മളെ പഠിപ്പിക്കേണ്ടതായിരുന്നു. പോകട്ടെ, അതൊക്കെ വിട്ടുകളയുക. ബ്രിട്ടീഷുകാരോട് നടത്തിയ സ്വാതന്ത്ര്യ സമരമെങ്കിലും മാന്യമായി സത്യസന്ധമായി നമ്മളെ പഠിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരം അവരാദ്യമായി ആധിപത്യം ഉറപ്പിച്ചത് 1757 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാസി യുദ്ധത്തോടുകൂടി
1757 ബ്രിട്ടീഷുകാർ ആധിപത്യം ഉറപ്പിച്ചു തുടങ്ങിയെങ്കിൽ അപ്പോൾ മുതൽ നാം തിരിച്ചടിയും ആരംഭിച്ചിട്ടുണ്ട്. 15 കൊല്ലത്തിനുള്ളിൽ അവർ അധികാരം നടത്തുവാൻ തുടങ്ങി. അന്യായം പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആദ്യ യുദ്ധം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ സ്വാതന്ത്ര്യ സമരം 1773 1857 1773 ബംഗാളിൽ തന്നെ സന്താനങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടം സന്യാസിമാർ ബ്രിട്ടീഷുകാരുടെ അത്യാചാരം കണ്ടപ്പോൾ ജനങ്ങളെ ഗ്രാമങ്ങൾ തോറും കയറിയിറങ്ങി അവർ ഗ്രാമീണരെ ഇളക്കി ബ്രിട്ടീഷുകാർക്കെതിരെ ഈ അന്യായത്തിനെതിരെ പടപൊരുക്കുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞു. അവർ സഞ്ചരിച്ച് ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് അസ്വസ്ഥത സൃഷ്ടിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ച് ആദ്യമായി നടത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യ സ്വാതന്ത്ര്യ സമരം 1773 ആരംഭിച്ചു. ആയിരക്കണക്കിന് ബ്രിട്ടീഷുകാരെ അരിഞ്ഞു തള്ളി. ആയിരക്കണക്കിന് ഗ്രാമീണർ കൊല്ലപ്പെട്ടു. 1 വർഷമല്ല, 2 വർഷമല്ല, 5 or 10 വർഷമല്ല, 13 വർഷക്കാലം തുടർച്ചയായി ബംഗാളിന്റെ ഗ്രാമങ്ങളിൽ നടന്ന അതിബൃഹത്തായ യുദ്ധമാണ് ഈ സന്യാസി സമരം, സന്താനങ്ങൾ എന്ന് പറയുന്ന ഈ സമൂഹത്തിന്റെ യുദ്ധം. നമ്മൾ ഇന്ന് ചൊല്ലിയില്ലേ വന്ദേ മാതരം? അന്ന് നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ അവർ മുഴക്കിയ മുദ്രാവാക്യമാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ ആർക്കെങ്കിലും എതിരെ ഉണ്ടായ ഒരു മുദ്രാവാക്യമല്ല. സന്താനങ്ങൾ ഉയർത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുദ്രാവാക്യമാണ് വന്ദേ മാതരം എന്നുള്ളത്. ആ വന്ദേ മാതരം എന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ബങ്കിം ചന്ദ്ര ചതോപാധ്യായ എഴുതിയ കവിതയാണ് നമ്മൾ ഇന്ന് കേട്ട വന്ദേ മാതരം. ആനന്ദമഠത്തിലെ അല്ല അത്. പിന്നീട് ആനന്ദമഠം ഈ സന്യാസി സമരത്തെ കുറിച്ച് ചരിത്രം എഴുതിയപ്പോൾ, അതൊരു നോവലാക്കി ബങ്കിം ചന്ദ്രൻ എഴുതിയപ്പോൾ ആ നോവലിൽ അതിന് മുമ്പ് എഴുതിയ വന്ദേ മാതരത്തെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അതിന്റെ തുടക്കം സന്യാസി സമരത്തിൽ നിന്നായിരുന്നു. അതാണ് ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരം. അതിനുശേഷം എവിടെയൊക്കെയാണോ ബ്രിട്ടീഷുകാർ അധികാരം നടത്തുവാൻ 1757 ശേഷം ആരംഭിച്ചത്, ശ്രമിച്ചത്, അവിടെയൊക്കെ എവിടെയാണ് ബ്രിട്ടീഷുകാർ കടന്നു വന്നത് അവിടെയൊക്കെ അപ്പോൾ മുതൽ സമരം നടന്നിട്ടുണ്ട്. ഓരോ പ്രദേശത്തും സ്വാതന്ത്ര്യത്തിന്റെ സമരത്തിന്റെ തിരമാലകൾ 3 സാഗരത്തിനും നടുവിലുള്ള ഭൂപ്രദേശം മുഴുവൻ ഇളകി മറിഞ്ഞിട്ടുണ്ട്. ഒരോട്ടപ്രദക്ഷിണം നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുമെങ്കിൽ ഒരോട്ടപ്രദക്ഷിണം ഓരോ വാക്യങ്ങളിലൂടെ മാത്രം ഓരോ സംഭവം ഞാൻ പറയാം. ബീഹാറിൽ 1766 57 അവർ അധികാരം നടത്തി തുടങ്ങിയത്. 57, 9, 66 9 വർഷം കഴിയുന്നതിന് മുൻപ് 1766 മുതൽ 1816 വരെ ബീഹാറിൽ തുടർച്ചയായി സമരങ്ങൾ നടന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ. കേരളത്തിൽ 1796 മുതൽ 1805 വരെയാണ് പഴശ്ശിരാജാവ് ആർദർ വെല്ലസ്ലിയെ പരാജയപ്പെടുത്തിയ വീരപഴശ്ശി യുദ്ധം നടത്തിയത്. 1796 മുതൽ 1705 വരെയാണ്. 1805 വേലുത്തമ്പി തിരുവിതാംകൂറിൽ യുദ്ധം നടത്തി വീര ചരമം പ്രാപിച്ചത് 1709. ഒറീസയിൽ 1804 മുതൽ 1817 വരെ ജന്മികൾ, അവിടുത്തെ ജന്മികൾ യുദ്ധം നടത്തിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ. രാജസ്ഥാനിൽ 1704 മുതൽ 1817 വരെ അവിടുത്തെ രജപുത്ര, പഴയ ഹൂണന്മാരുടെ പിൻഗാമികൾ, രജപുത്രരായി മാറിയവർ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയിട്ടുണ്ട്. ആന്ധ്രയിലെ കടലോരങ്ങളിൽ 1813 മുതൽ 1834 വരെ തുടർച്ചയായി ആ കടലോര പ്രദേശത്തെ ജനങ്ങൾ ബ്രിട്ടീഷുകാരെ പലായനം ചെയ്യിക്കുവാൻ യുദ്ധം നടത്തിയിട്ടുണ്ട്. 1816 മുതൽ 32 വരെ 16-ലധികം വർഷക്കാലം സൗരാഷ്ട്രയിലെ ഗോത്രവർഗക്കാർ, ആദിവാസികൾ, നാം പിന്തിരിപ്പന്മാരെന്നും വിദ്യാഭ്യാസം കിട്ടാത്തവരെന്നും അപരിഷ്കൃതരെന്നും പറയുന്ന ഗോത്രവർഗക്കാർ സൗരാഷ്ട്രയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയ ചരിത്രമുണ്ട്. 1824 ഹരിയാനയിലെ ജാട്ടുവർഗം, അവർ പിന്നോക്കമാണ്. ആ ജാട്ടുവർഗക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ ഹരിയാനയിൽ യുദ്ധം നടത്തിയ ചരിത്രം. 1824 മുതൽ 49 വരെ 1/4 നൂറ്റാണ്ട് കാലം ഗുജറാത്തിലെ കോലി വംശജർ എന്ന് പറയുന്ന പിന്നോക്ക സമുദായങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയിട്ടുണ്ട്. 1829 കർണാടകത്തിൽ ഇവിടെ ഇരിക്കുന്ന ഏതാനും യുവതികളുടെ പൂർവിക വനിത, മുമ്പേ പറഞ്ഞതുപോലെ ഒരു വനിത, കിത്തൂരിലെ ചന്നമ്മ റാണി, ഝാൻസി റാണിയുടെ പൂർവിക,
ചെന്നമ്മാറാണിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പടയാളികളെ അരിഞ്ഞു തള്ളിയ ചരിത്രം കർണാടകത്തിലുണ്ട്. അത് 1829 ഝാൻസി റാണിക്കും ദശാബ്ദങ്ങൾക്ക് മുൻപാണ് അങ്ങനെ നടന്ന സ്വാതന്ത്ര്യ സമരം കർണാടകത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. 1830 മുതൽ 34 വരെ വിശാഖപട്ടണത്തിൽ സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ട്. 1855 വീണ്ടും ബംഗാളിലേക്ക് തുടങ്ങിയ ഇടത്തേക്ക് വീണ്ടും പോകുന്നു ചരിത്രം. 1855 അവിടെ സന്താള വിഭാഗം എന്ന് പറയുന്ന ഒരു വനവാസി വിഭാഗം ആൾക്കാരെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ 10,000 വീതമുള്ള യൂണിറ്റുകൾ, ഓരോ കൂട്ടവും 10,000 ആകുമ്പോൾ പുതിയ യൂണിറ്റ് ഉണ്ടാകും. അങ്ങനെ 10,000 വീതമുള്ള സമൂഹത്തെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഘോരമായ യുദ്ധം നടത്തി. ആയിരക്കണക്കിന് യൂറോപ്യന്മാരെ അവർ കൊന്നു. പട്ടാളക്കാരെ മാത്രമല്ല, സന്താള വിഭാഗം കൊന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യൂറോപ്യന്മാരെ കൊന്നു. സ്ത്രീകളെയും കുട്ടികളെയും വരെ വെട്ടിവീഴ്ത്തുവാൻ അവർക്ക് മടിയുണ്ടായില്ല. ഗോത്രത്തലവന്മാർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നത്? ഇത് നമ്മുടെ നീതിക്ക് ചേരുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ വനവാസികൾ ഗോത്രത്തലവന്മാർ പറഞ്ഞത് ഇതാണ് നീതി എന്നാണ്. ഭാരതത്തിന്റെ നീതി യുദ്ധനീതി എന്താണത്? കടം, തീയ്, ശത്രു, ഇത് മൂന്നും ബാക്കി വയ്ക്കരുത്, എത്ര ചെറുതാണെങ്കിലും. കടം കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ചത് ബാക്കി വെച്ചാൽ അത് പലിശ കൊണ്ട് വീണ്ടും പലിശയായി പലിശയ്ക്ക് പലിശയുമായി വർദ്ധിച്ച് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വലിയ കടമായി മാറും. അതുകൊണ്ട് കടം ബാക്കി വയ്ക്കരുത്. തീയ് ഒരു തരിയല്ലേ ബാക്കിയുള്ളൂ എന്ന് വിചാരിച്ച് തീ നിങ്ങൾ കെടുത്താതെ പോയാൽ ആ ഒരു തീപ്പൊരി മതി പിന്നീട് എപ്പോഴെങ്കിലും കത്തിജ്വലിച്ച് ഒരു വലിയ അഗ്നിയായി മഹാഅഗ്നിയായി മാറി ഒരു രാജ്യത്തെ മുഴുവൻ ചുട്ടുചാമ്പലാക്കുവാൻ ആ ഒരു തീപ്പൊരി മതി. അതുകൊണ്ട് ഒരു തീപ്പൊരിയെ ഉള്ളൂ എന്ന് വിചാരിച്ചതിനെ ബാക്കി വയ്ക്കരുത്. അതുകൊണ്ട് അതിനെ കെടുത്തണം. ശത്രുവ് എത്ര ദുർബലനാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ശത്രുവ് അത്ര മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ വെറുതെ വിട്ടുകളയരുത്. വിട്ടുകളഞ്ഞ ചരിത്രമല്ലേ പൃഥ്വിരാജൻ കാണിച്ച വിഡ്ഢിത്തം. അന്ന് മുഹമ്മദ് ഗോറിയെ അരിഞ്ഞു വീഴ്ത്തിയിരുന്നുവെങ്കിൽ പിന്നീട് ഭാരതത്തിന്റെ ചരിത്രം മാറുമായിരുന്നില്ലേ? അന്ന് ഘോറിക്ക് നേരെ പൃഥ്വിരാജൻ കാണിച്ച വിഡ്ഢിത്തം ബംഗാളിലെ വനവാസികൾ കാണിക്കുവാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു, മൂർഖനെ കൊല്ലുമ്പോൾ അതിന്റെ കുഞ്ഞുങ്ങളെയും കൊല്ലണം, മുട്ടയും തട്ടിപ്പൊട്ടിക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും വളർന്നു വരും മൂർഖന്മാർ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ യൂറോപ്യന്മാരുടെ വംശഹത്യ നടത്തുന്നത് എന്ന് പറഞ്ഞ് നടത്തിയ 1855 നടത്തിയ സന്താള ലഹളയും സ്വാതന്ത്ര്യ സമരമല്ലേ. ഞാൻ ഇത്രയും വിസ്തരിച്ചല്ല സംക്ഷിപ്തമായി പറഞ്ഞ ഈ സ്വാതന്ത്ര്യ സമരങ്ങൾ മുഴുവൻ 1857 മുൻപ് നടന്നതാണ്. ഏതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം? ഇതാണോ ഒന്നാം സ്വാതന്ത്ര്യ സമരം? 1857 ഈ പറഞ്ഞ ചരിത്രങ്ങൾ മുഴുവൻ ഏത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എഴുതി ചേർക്കണം? സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം വിസ്തരിച്ച് നാം പഠിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയതോ 1857 മാത്രമല്ല സ്വാതന്ത്ര്യം, അതൊന്നാം സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് നാം തിരിച്ചറിയണം. ഇനി 1857 സ്വാതന്ത്ര്യ സമരം തന്നെ നിങ്ങൾ പരിശോധിക്കുക. അത് ശിപായി ലഹളയാണെന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരമല്ല എന്ന് അതിന് മുമ്പ് പറഞ്ഞ ചരിത്രം കൊണ്ട് മനസ്സിലായി. ശിപായി ലഹളയാണോ ഫ്യൂഡൽ പ്രഭുക്കന്മാർ നടത്തിയ സമരമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ അതിനെക്കുറിച്ച് പറഞ്ഞത്? ഫ്യൂഡൽ പ്രഭുക്കന്മാർ നടത്തിയ സമരം 1857 മെയ് 10 മുതൽ 59 ഏപ്രിൽ 18 താന്തിയ തോപ്പയെ വധിക്കുന്നിടം വരെ ആ വിപ്ലവം നീണ്ടു നിന്നു 2 വർഷത്തോളം. ആ 1857 സ്വാതന്ത്ര്യ സമരം യാദൃശ്ചികമായി പട്ടാളക്കാർക്ക് കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ട കിട്ടിയതുകൊണ്ട് ഉണ്ടായ സമരം അല്ല എന്ന വസ്തുതയെങ്കിലും നമ്മൾ കുറഞ്ഞ പക്ഷം അറിഞ്ഞു വയ്ക്കണം. ബൃഹത്തായ പദ്ധതികൾ ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ, ബൃഹത്തായ സൈനിക സംഘാടനങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ, ബൃഹത്തായ നേതൃത്വം ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ, ബൃഹത്തായ ജനസഞ്ചയം ആ സമരത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആയിരക്കണക്കിന് 10,000കണക്കിന് സൈനികർ പങ്കെടുത്തിട്ടുണ്ട്, ഗ്രാമീണർ പങ്കെടുത്തിട്ടുണ്ട്, സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും പങ്കെടുത്തിട്ടുണ്ട്. ആ സമരമാണോ സൈനിക ലഹളയാണെന്ന് പറഞ്ഞു ചുരുക്കുന്നത്? അതാണോ ശിപായി ലഹള എന്ന് പറയുന്നത്? 1800 ഇത് വളരെ കാലേകൂട്ടി പദ്ധതി ആവിഷ്കരിച്ചതാണ്. 1856 മുൻപ് തന്നെ നാനാ സാഹേബ് ഭാരതത്തിലെ പട്ടാള രാജാക്കന്മാർക്ക് കത്തയച്ചിരുന്നു. ഒരു മഹാവിപ്ലവം സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യം പറഞ്ഞുകൊണ്ട്. ആ മഹാവിപ്ലവം സംഘടിപ്പിക്കുവാൻ വെറുതെ ആരെങ്കിലും ചെയ്താൽ പോരാ, നമ്മളെല്ലാവരും ഒന്നിച്ച് അണിനിരക്കണം.
നമ്മളെല്ലാവരും സംഘടിക്കണം. സൈനികമായ സജ്ജീകരണങ്ങൾ നടത്തി നമ്മളെല്ലാവരും പല പല രാജാക്കന്മാരാണെങ്കിലും ഒരു പക്ഷേ പരസ്പരം ശത്രുക്കളായിരുന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൊതുശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ നമ്മൾ ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 1856 മുൻപ് മുതൽ തന്നെ നാനാ സാഹിബ് രാജാക്കന്മാർക്ക് കത്തയച്ചിരുന്നു. ലക്നൌവിലെ മുസ്ലിം നവാബ് അദ്ദേഹത്തിന്റെ മന്ത്രി വസീർ എന്ന് പറയുന്ന മുസ്ലിം മന്ത്രി തന്റെ ചാരന്മാരെ ഹിന്ദു സന്യാസിമാരുടെയും മുസ്ലിം മതപ്രചാരകന്മാരുണ്ട്, ഫക്കീർമാരെന്നാണ് പറയുന്നത്, അങ്ങനെ രണ്ടു തരത്തിൽ വേഷം കെട്ടിച്ച് മുസ്ലിം ഫക്കീർമാരെ പള്ളികളിലൂടെയും മുസ്ലിം ജനങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളിലൂടെയും സഞ്ചരിപ്പിച്ചു. സന്യാസിമാരുടെ വേഷം കെട്ടിയ ചാരന്മാരെ ഹിന്ദു കേന്ദ്രങ്ങളിലൂടെ യാത്ര ചെയ്യിപ്പിച്ചു. ജനങ്ങളിൽ സ്വാതന്ത്ര്യബോധം ഉണർത്തുവാനും ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടാൽ ആക്രമണകാരികൾക്ക് വേണ്ട പിന്തുണ നൽകിക്കൊണ്ട് മുന്നേറ്റം നടത്തുവാൻ നിങ്ങൾ തയ്യാറായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യമായി സന്യാസിമാരുടെയും ഫക്കീർമാരുടെയും വേഷത്തിൽ മുസ്ലിം മന്ത്രി തന്നെ നേരിട്ട് ചാരന്മാരെ അയച്ചിരുന്നു. ജനങ്ങളുടെ ഇടയിൽ വിപ്ലവബോധം വളർത്തുവാൻ, ജനങ്ങളെ തയ്യാറാക്കുവാൻ, മാനസികമായും ശാരീരികമായും തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് മറ്റു ചില പണികൾ നടന്നിരുന്നു. നാടകക്കാർ, ഗ്രാമങ്ങളിൽ നാടകം അഭിനയിക്കുന്നവരുണ്ട്. നാട്ടിൻപുറങ്ങളിൽ വന്ന് വേദി കെട്ടി നാടകം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അഭിനയിക്കുന്ന നാടക രീതി പണ്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. അതുപോലെയുള്ള നാടകക്കാർ വേഷം കെട്ടി ഓരോ ഗ്രാമങ്ങളിലും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായ പ്രമേയത്തെ നാടകമാക്കി മാറ്റി ജനങ്ങളുടെ ഇടയിൽ നാടകം അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. നാടോടിപ്പാട്ടുകാർ, നാടോടി സ്ത്രീകൾ വേഷം കെട്ടി നാടോടിപ്പാട്ട് എന്ന വ്യാജേന ജനങ്ങളുടെ ഇടയിൽ പാട്ടുകൾ പാടി വിപ്ലവബോധത്തെ ഊതിക്കത്തിക്കുവാൻ ശ്രമിച്ചിരുന്നു. കൈനോട്ടക്കാരുടെ വേഷത്തിൽ സ്ത്രീകൾ, നമ്മുടെ നാട്ടിൽ പണ്ട് വന്നിട്ടില്ലേ ഈ കൂട്ടിൽ തത്തയുമായിട്ട് ഫലം പറയുന്ന തത്തയുമായിട്ട് വന്നിരുന്നു. അതുപോലെയുള്ള ആൾക്കാരെ വേഷം കെട്ടിച്ച് ഫലം പറയുന്നു. എന്താ ഫലം പറയുന്നത്? ഉടൻ തന്നെ ഒരു മഹായുദ്ധം ഈ നാട്ടിൽ അരങ്ങേറും, അതാണ് ലക്ഷണം കാണിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അതൊരു പക്ഷേ 100 കൊല്ലം മുമ്പ് നടന്ന പ്ലാസി യുദ്ധത്തിന്റെ പകരം വിട്ടുന്ന ഒരു മഹാവിപ്ലവമായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ വേണ്ട ആയുധ സജ്ജീകരണം നടത്തിയിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ശോഭനമല്ല എന്നാണ് നിങ്ങളുടെ കൈകൾ പറയുന്നത് എന്ന് പറഞ്ഞ് ഫലം പറയുന്ന സ്ത്രീകളുടെ വേഷത്തിൽ ജനങ്ങളുടെ ഉള്ളിൽ ഈ വിപ്ലവബോധത്തെ ഉണർത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഇതൊക്കെ ചെറിയ ഒരു പരിശ്രമമായിരുന്നു. ഓരോ പ്രദേശത്തും അതിൻ്റെതായ ദിൽഹി ചക്രവർത്തിയുണ്ട്. ആരായിരുന്നു? മുസ്ലിം ചക്രവർത്തി, അവസാനത്തെ ചക്രവർത്തി ബഹദൂർ ഷാ സഫർ. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ കവി ഒരു പാട്ടെഴുതിയിരുന്നു, ദേശീയ ഗാനം എന്ന് പറഞ്ഞിട്ട്, മുസ്ലിം മതക്കാരുടെ ഭാഷയിലുള്ള ഒരു പാട്ട്. ആ പാട്ടെഴുതിയിട്ട് നിർദ്ദേശം കൊടുത്തു, എല്ലാ പള്ളികളിലും ഈ പാട്ട് പാടണം, എല്ലാ മുസ്ലിം യോഗങ്ങളിലും ഈ പാട്ട് പാടണമെന്ന് പറഞ്ഞുകൊണ്ട് ചക്രവർത്തി തന്നെ വിളംബരം പുറപ്പെടുവിച്ചിരുന്നു. അതിനൊക്കെ ശേഷം നാട്ടിലെങ്ങും ഓരോ പ്രദേശങ്ങളിലും ചുവരെടുത്ത് ഇതാ മഹാവിപ്ലവം ഉണ്ടാകാൻ പോകുന്നു, ഇതാ മഹായുദ്ധം പുറപ്പെടുവാൻ പോകുന്നു, എല്ലാവരും ഒരുങ്ങിയിരിക്കുക, വിപ്ലവകാരികൾ വരാൻ പോകുന്നു നിങ്ങളുടെ മോചനത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാടായ നാട് മുഴുവൻ, ഗ്രാമങ്ങളായ ഗ്രാമങ്ങൾ മുഴുവൻ ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നു. ഓരോ പട്ടാള റെജിമെന്റിലും ഓരോ കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു. 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി. എന്തിനാണ്? ഈ പട്ടാള ക്യാമ്പിലുള്ള പട്ടാളക്കാർ എപ്പോഴാണ് യുദ്ധത്തിന് പുറപ്പെടേണ്ടത് എന്ന് തീരുമാനമെടുക്കുവാൻ, വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ഓരോ പട്ടാള ക്യാമ്പിലും 3 പേരുടെ കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. ഡൽഹി ചക്രവർത്തി കത്തുകൾ അയച്ചു ആ നാട്ടിലെ ഭാരതത്തിലെ രാജാക്കന്മാർക്ക്. എന്ത് പറഞ്ഞുകൊണ്ട്? ഒരു മഹാവിപ്ലവം ഉണ്ടാകുവാൻ പോകുമ്പോൾ ആ യുദ്ധത്തിന് നേതൃത്വം നൽകുവാൻ 82 വയസ്സുള്ള എന്നെ പോലെയുള്ള ഒരു വൃദ്ധന് സാധ്യമല്ല. അതുകൊണ്ട് കരുത്തുള്ള, ചുണയുള്ള, ചെറുപ്പക്കാരനായ ഏതെങ്കിലും ഒരാൾ നേതൃത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ആ നേതൃത്വം വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ബഹദൂർ ഷായുടെ വിളംബരം രാജാക്കന്മാർക്ക് എത്തിച്ചു കൊടുത്തു. തീർന്നില്ല, മറ്റൊരു കത്തും അദ്ദേഹം അയച്ചു. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ യുദ്ധം വിജയിക്കുകയാണെങ്കിൽ, നമ്മളെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഈ മഹായുദ്ധം വിജയിച്ചാൽ, ആ യുദ്ധത്തിന് ശേഷം നേടുന്ന സ്വാതന്ത്ര്യമുള്ള ഈ ഭാരതത്തെ ഭരിക്കുവാൻ, അതിന്റെ സിംഹാസനത്തിലിരിക്കുവാൻ എനിക്ക് ലേശം താല്പര്യമില്ല.
ഈ രാജ്യത്തെ നയിക്കുന്നതിന് കരുത്തുള്ള ഒരു ഭരണാധികാരിയെയോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടി തെരഞ്ഞെടുക്കുന്ന ഭരണാധികാരിമാരുടെ ഒരു കൂട്ടത്തിനെയോ എന്റെ അധികാരം വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹദൂർ ഷാ എല്ലാ രാജാക്കന്മാർക്കും കത്തയച്ചിരുന്നു. ചെറുതായിരുന്നോ സംവിധാനം? അതിനെല്ലാം പുറമെ തീയതി ഇവരെ നിശ്ചയിച്ചു. ഓരോ ഗ്രാമങ്ങളിലും ഈ തീയതിയുടെ സന്ദേശം എത്തിച്ചു. ഓരോ പട്ടാള ക്യാമ്പിലും 1857 മെയ് മാസം 31-ാം തീയതി ഞായറാഴ്ചയായിരിക്കണം എല്ലാ പ്രദേശത്തും ഒരേ സമയത്ത് വിപ്ലവം ആളിക്കത്തിക്കേണ്ടത് എന്നായിരുന്നു തീരുമാനം. അത്ര വരെ തയ്യാറാക്കി അതിന്റെ അവസാനത്തെ ലിരുക്കുപണിക്ക് വേണ്ടി അസീമുള്ള ഖാൻ എന്ന് പറയുന്ന മുസ്ലിം നേതാവും നാനാ സാഹേബും അദ്ദേഹത്തിന്റെ അനുജനും ചേർന്ന് ഒരു തീർത്ഥാടനം ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ തീർത്ഥാടനത്തിന് പോകുന്നു എന്നാണ്. പക്ഷെ തീർത്ഥാടനമായിരുന്നില്ല. തീർത്ഥാടനത്തിന്റെ പേരിൽ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഓരോ പ്രഭുക്കന്മാരെയും കണ്ട് ഈ വിപ്ലവത്തിന് സഹായാഭ്യർത്ഥന നടത്തി. ഓരോ രാജാക്കന്മാരെയും രഹസ്യമായി സന്ദർശിച്ച് ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി. ഓരോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സഞ്ചരിച്ച് ഗ്രാമമുഖ്യന്മാരെയും നഗരപ്രമാണിമാരെയും കണ്ട് നിങ്ങളൊക്കെ ചേരണം ഈ യുദ്ധത്തിൽ എന്ന് പറഞ്ഞ് അവരെ തയ്യാറാക്കുവാൻ വേണ്ടി തീർത്ഥാടനത്തിന്റെ പേരിൽ ഈ നാനാ സാഹേബും അദ്ദേഹത്തിന്റെ സഹോദരനും അസീമുള്ളയും കൂടി ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഇത്രയും എല്ലാം നടന്നതിന് ശേഷം അവസാനത്തെ തീ കൊളുത്തലുണ്ടല്ലോ, അതുവരെ നടന്നു. ഏതാണ് തീ കൊളുത്തൽ? ഗ്രാമങ്ങളിൽ മുഴുവൻ ഒരു വിപ്ലവ സന്ദേശവാഹകൻ ഒരു വലിയ പാത്രത്തിൽ നിറച്ച് ചപ്പാത്തിയുമായിട്ട് വരും. ആ ചപ്പാത്തി കൊണ്ട് ഒരു ഗ്രാമത്തിലെത്തിയാൽ, അവിടുത്തെ ഒരാൾ ഒരു വീട്ടിലെത്തിയാൽ അതിൽ നിന്ന് ഒരു നുള്ളു ചപ്പാത്തി പ്രസാദമായിട്ട് എടുത്ത് കഴിച്ച് ആ വീട്ടിലുള്ള എല്ലാവരും അതിനെ നമസ്കരിച്ച് അടുത്ത വീട്ടിലേക്ക്, അവിടെ നിന്ന് അടുത്ത വീട്ടിലേക്ക് ആ ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലും ഈ ചപ്പാത്തി പാത്രം എത്തിച്ച് അവരെല്ലാം അതിൽ നിന്ന് പങ്ക് പറ്റി അത് തിരിച്ചാദ്യം കൊണ്ടുവന്ന മനുഷ്യന്റെ കയ്യിൽ തിരിച്ചു കൊണ്ടുവന്ന എത്തിയാൽ അയാൾ അതുമായിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക്, ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക്, നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക്, ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇതാ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുവാൻ പോകുന്നു, ഇനിയൊരു സന്ദേശം കിട്ടുന്നതല്ല, ഇതാണ് അവസാനത്തെ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയപ്പോൾ പട്ടാള ക്യാമ്പിൽ കൊടുത്ത സന്ദേശം എന്താണെന്നറിയുമോ? ഒരു വിപ്ലവകാരി രഹസ്യമായി ഒരു ചുമന്ന താമര പുഷ്പവുമായിട്ട് വരും. അതുമായിട്ട് വന്ന് ചെന്താമരയുമായി വന്ന് പട്ടാള ക്യാമ്പിൽ വന്ന് നാട്ടുപട്ടാളക്കാരിൽ വിപ്ലവകാരികളിൽ ഒരുവൻ അത് കൈമാറിയാൽ അവൻ അതിനെ ഒന്ന് ചുംബിച്ച് അടുത്ത പട്ടാളക്കാരന്, അടുത്ത വിപ്ലവകാരികൾക്ക് അങ്ങനെ ആ പട്ടാള ക്യാമ്പിലെ എല്ലാ വിപ്ലവകാരികൾക്കും രഹസ്യമായി ഈ ചുമന്ന പുഷ്പം കൈമാറി തിരിച്ച് സന്ദേശവാഹകന്റെ കയ്യിൽ കിട്ടിയാൽ അതുമായി അടുത്ത പട്ടാള ക്യാമ്പിലേക്ക്. ഇത്രയും വിപുലമായി നടത്തിയ, ഇത്രയും വിസ്തൃതമായി നടത്തിയ, ഇത്രയും പദ്ധതികളോടുകൂടി നടത്തിയ, ഇത്രയും അധികം രാജാക്കന്മാരും പ്രമാണിമാരും പ്രഭുക്കന്മാരും ജനങ്ങളും ഗ്രാമീണരും സൈനികരും എല്ലാം ചേർന്ന് നടത്തിയ ഈ മഹാവിപ്ലവമാണോ ശിപായി ലഹള? ഒരഗ്രത്തിൽ നിന്നൊരു മൂളക്കമുണ്ടായി, അത് വളർന്ന് വലുതായി വലിയ ഒരു ഉഗ്ര ശബ്ദമായി മാറി. യൂറോപ്പ് മുഴുവൻ ഞെട്ടിത്തരിക്കുന്ന മഹാസ്ഫോടനമായി മാറിയ 1857 ഈ മഹാവിപ്ലവത്തെ ശിപായി ലഹളയെന്നോ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നോ വിളിച്ചാക്ഷേപിക്കുമ്പോൾ ഇത്രയും പ്രയത്നം നടത്തിയ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളോട് നാം നീതി പുലർത്തിയോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇത് പരാജയപ്പെട്ടതിന്റെ കാരണം ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ സ്വയം പഠിക്കേണ്ടതാണ്. പരാജയപ്പെട്ടതിന് പല കാരണങ്ങളുണ്ടാകാം. പറഞ്ഞതിന്റെ 20 ദിവസം മുൻപേ ക്ഷമകെട്ട വിപ്ലവകാരികൾ വെടിപൊട്ടിച്ചതാണ് ഒരു കാരണം. അങ്ങനെ പലതും കാര്യം. ചതിയന്മാരായ ആൾക്കാർ വിപ്ലവകാരികളുടെ കൂടെ ഉണ്ടായിരുന്നു, അസംഘടിതരായിരുന്നു. എല്ലാ പ്രദേശത്തും ഉത്തരവ് കൊടുക്കുവാൻ പൂർണ്ണമായ ഒരു നേതൃത്വം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പുരോഗതി നേടിയ ആധുനികമായ ആയുധമുണ്ടായിരുന്നില്ല, ആധുനികമായ പരിശീലനം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടെങ്കിൽ പോലും എത്രയും ബൃഹത്തായ ഒരു വിപ്ലവം അതിനു മുമ്പ് ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. ആ വിപ്ലവ ചരിത്രത്തെ ആദ്യമായി പുസ്തക രൂപത്തിൽ എഴുതിയത് മാർക്സും ഏംഗൽസും ചേർന്നു 1859. അന്ന് അവരിട്ട പേരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന്. അവർ ആ പുസ്തകത്തിൽ എഴുതിയത് ഈ സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റുകാരന്റെ ചരിത്രം 1857 ഈ വിപ്ലവം പരാജയപ്പെടണം, അതായിരുന്നു ശരി. എന്തുകൊണ്ട് ശരി? ഈ വിപ്ലവത്തെ നയിച്ചവർ ഫ്യൂഡലിസ്റ്റുകളാണ്. അവരുടെ ചരിത്ര വീക്ഷണം അനുസരിച്ച്
ഫ്യൂഡലിസത്തിന് ശേഷമാണ് ക്യാപിറ്റലിസം, ഭൂപ്രഭുക്കന്മാരുടെ കാലത്തിന് ശേഷമാണ് മുതലാളിത്തം. അതുകൊണ്ട് മുതലാളിത്തത്തെ കഴിഞ്ഞും അധപ്പതിച്ച ഫ്യൂഡൽ വ്യവസ്ഥിതി പരാജയപ്പെടേണ്ടതായിരുന്നു. അതിനെ കഴിഞ്ഞും പരിഷ്കൃതരായ ബ്രിട്ടീഷുകാർ ക്യാപിറ്റലിസ്റ്റുകളായതുകൊണ്ട് ഈ സമരത്തിൽ ബ്രിട്ടീഷുകാരാണ് ജയിക്കേണ്ടിയിരുന്നത്. അവർ ജയിച്ചത് നന്നായി, അതാണ് ചരിത്രപരമായി ശരി എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതി. സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടേണ്ടതാണെന്ന് എഴുതിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇന്ന് കേരളം മുഴുവൻ നവഭാരത മാർച്ച് നടത്തുന്നത്. ലജ്ജയില്ലാത്ത കൂട്ടം എന്ന ഒരൊറ്റ വാക്യത്തിൽ പറയാം. ആണത്വമുണ്ടെങ്കിൽ, പൗരുഷമുണ്ടെങ്കിൽ, ചരിത്രബോധമുണ്ടെങ്കിൽ, സത്യസന്ധതയുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരങ്ങളെ മുഴുവൻ ചതിക്കുകയും അതിനെ തെറ്റായി ചിത്രീകരിക്കുകയും സമര സേനാനികളെ മുഴുവൻ അവഹേളിക്കുകയും ചെയ്ത ഈ വിഡ്ഢികൾക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ പോലും അർഹതയില്ല എന്ന് മാത്രമല്ല, അതിന്റെ അയൽപക്കത്ത് വന്നു നിൽക്കുവാൻ, അതിനെ ഒന്ന് നോക്കിക്കാണുവാൻ പോലുമുള്ള യോഗ്യതയില്ലാതെ അവരെ അയിത്തം കൽപ്പിച്ച് പുറത്തു നിർത്തേണ്ട നികൃഷ്ട വർഗമാണ് ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ, കേരളത്തിലെ ഡിവൈഎഫ്ഐക്കാർ. അതിരിക്കട്ടെ, അത് മറ്റൊരു വിഷയം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ചരിത്രം പരാജയപ്പെടേണ്ടതാണെന്നാണ് അവർ പറഞ്ഞത്. രണ്ടാമത് ഈ ചരിത്രം ശരിയായി എഴുതിയത് വീര സവർക്കർ ഇതിന്റെ 50-ാം വർഷത്തിൽ ഇംഗ്ലണ്ടിൽ വെച്ച് 1907 ആണ്. 1907 നിങ്ങളിൽ ചിലർ പഠിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചത് സവർക്കർ ആണെന്നാണ്. സവർക്കർ വിളിച്ചിട്ടില്ല. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര് ദ വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1857 എന്ന് മാത്രമാണ്. ഇതിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഭാരതത്തിൽ ചരിത്രം അറിയാമായിരുന്നു. അതുകൊണ്ട് അതെന്തുമാവട്ടെ, ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന കമ്മ്യൂണിസ്റ്റുകാരനോ ഇന്ന് മറ്റ് കോൺഗ്രസുകാരോ മറ്റ് രാഷ്ട്രീയക്കാരോ പറയാൻ കാരണം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതൊന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇതിനു മുൻപ് ഞാൻ ചുരുക്കി പറഞ്ഞ സ്വാതന്ത്ര്യ സമരങ്ങളെ മുഴുവൻ സ്വാതന്ത്ര്യ സമരമായി പഠിപ്പിക്കുന്നു. അങ്ങനെ സ്വാതന്ത്ര്യ സമരമായി പഠിപ്പിച്ചാൽ മുഗളന്മാർക്കെതിരെ നടത്തിയ, മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ യുദ്ധങ്ങളെയും സ്വാതന്ത്ര്യ സമരമായി പഠിപ്പിക്കേണ്ടി വരും. മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ യുദ്ധങ്ങളെ പഠിപ്പിക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസുകാർക്കോ താല്പര്യമുണ്ടാകുമോ? താല്പര്യമില്ല. അതുകൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ പേരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രം പറയും അവർ. കാരണം വോട്ട് കിട്ടണമെങ്കിൽ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ നിങ്ങളെപ്പോലെയോ വിദ്യാഭ്യാസം നേടുന്നവരെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനു മുൻപുള്ള ചരിത്രങ്ങളെ മുഴുവൻ തമസ്കരിക്കുവാൻ, ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഇതൊന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ഇന്ന് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മത്സരിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ 1857 പാഠം നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്, നമുക്ക് പഠിക്കുവാനുള്ളത്? അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ടായിരുന്നില്ല സമരം നടത്തിയത്. ഞങ്ങൾ ഈ നാടിനെ സ്നേഹിക്കുന്നു, ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തെ നിഹരിച്ച ബ്രിട്ടീഷുകാരെ ഓടിക്കേണ്ടത് ഞങ്ങളുടെ ധർമ്മമാണ്. അവർ ഉയർത്തിയ മുദ്രാവാക്യം സ്വധർമ്മത്തിനും സ്വരാജ്യത്തിനും വേണ്ടി നടത്തുന്ന വിപ്ലവം എന്നായിരുന്നു 1857 മുസ്ലിങ്ങൾ നടത്തുന്നത്. അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്ദേ മാതരമെന്നും അള്ളാഹു അക്ബർ എന്നും ഭാരത് മാതാ കി ജയ് എന്നും ജയ് ഹിന്ദ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ മുദ്രാവാക്യം വിളിച്ചത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഞങ്ങൾ ഒന്നിച്ചു വന്നു എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ എല്ലാവരും ഭാരതീയരാണെന്ന് പറഞ്ഞിട്ടായിരുന്നു. അന്ന് ഒന്നിച്ചു നിന്ന ഭാരതത്തിലെ മുഴുവൻ മതത്തിനതീതമായി ഭാരതീയൻ എന്ന് പറഞ്ഞ് ഒന്നിച്ചു നിന്ന ഭാരതം എങ്ങനെയാണ് 47 രണ്ടായത്? 57 ഒന്നായി നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയപ്പോൾ അവർക്കൊരു പാഠം പഠിക്കുവാൻ കഴിഞ്ഞു. അവർ പഠിച്ച പാഠം എന്താണെന്ന് അറിയുമോ? ഇങ്ങനെ പോയാൽ അവരുടെ കഞ്ഞി ഇവിടെ വേവിക്കുവാൻ കഴിയില്ല, അവരുടെ അധികാരം ഈ ദീർഘനാൾ ഇവിടെ തുടരുവാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് വേണം? മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും വേറെ വേറെ ആക്കണം. അതിനുവേണ്ടി അവർ നടത്തിയ ആദ്യ പരിശ്രമമാണ് അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് ഇന്ന് പറയുന്ന അലിഗാർ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തുടക്കം. ബ്രിട്ടീഷുകാരാണ് തുടങ്ങിയത്. ബ്രിട്ടീഷുകാരനായ ഒരു പ്രമുഖനെയാണ് അതിന്റെ വൈസ് ചാൻസലറായിട്ട് ഗവൺമെന്റ് നിയോഗിച്ചത്. എന്തിനും? ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ മുസ്ലിങ്ങളിൽ വേറിടൽ മനോഭാവം സൃഷ്ടിക്കുവാൻ അതിനുവേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ പരിശ്രമം വിജയിച്ചോ എന്ന് നോക്കുവാൻ അവർ ഒരു പരീക്ഷ കൂടി നടത്തി. അതാണ് 1905 ബംഗാൾ വിഭജനം.
ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേറെ വേറെ ആക്കുന്ന തരത്തിൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിനെ പ്രത്യേക പ്രദേശമാക്കി, ഹിന്ദുക്കൾ താമസിക്കുന്ന പ്രദേശത്തിനെ പ്രത്യേക പ്രദേശമാക്കി, ബംഗാളിനെ രണ്ടാക്കി ഭരണ സൗകര്യം എന്ന് പറഞ്ഞെങ്കിലും ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ രണ്ട് രാജ്യത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തത്. പക്ഷേ അന്നേരം ഉണ്ടായ അനുഭവം എന്താണെന്നറിയുമോ? ഞങ്ങൾ വേറെയല്ല, ഞങ്ങൾ ഒന്നിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഭാരതത്തിന്റെ നേതാക്കന്മാരുടെ പിന്നിൽ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഞങ്ങൾ വേറെ വേറെ മതക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ പൗരന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട്, ഈ ഭാരതമാതാവിന്റെ സന്തതികളാണെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോറിന്റെ നേതൃത്വത്തിൽ 10,000-കണക്കിന് ജനങ്ങൾ, ബംഗാളികൾ അവിടുത്തെ നദീതീരത്ത് സമ്മേളിച്ച് പരസ്പരം രാജിബന്ധിച്ചു. മുസ്ലിമിന് രാജിബന്ധിക്കുവാൻ അന്ന് വഴിയുണ്ടായിരുന്നില്ല. രാജിബന്ധിച്ചുകൊണ്ട് അവർ ഉഗ്രപ്രതിജ്ഞയെടുത്തു, ഈ വിഭജനം റദ്ദ് ചെയ്യുന്നിടം വരെ ഞങ്ങൾ യുദ്ധം ചെയ്യും, സമരം നടത്തുമെന്ന്. അന്ന് 1905 നടത്തിയ വിഭജനം ബ്രിട്ടീഷുകാർക്ക് 1909 പിൻവലിക്കേണ്ടി വന്നു. എന്ത് കാരണം കൊണ്ട്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേറെ വേറെ നിൽക്കാതിരുന്നത് കൊണ്ട്. പിന്നെയും അവർ പരിശ്രമങ്ങൾ നടത്തി. ബ്രിട്ടീഷുകാർ നടത്തി പരാജയപ്പെട്ട ഹിന്ദു മുസ്ലിം വിഭജനം എന്ന പ്രക്രിയ പിന്നെ എപ്പോഴാണ് ഉണ്ടായത്? ആരാണ് ഉണ്ടാക്കിയത്? 1914 മുതൽ കോൺഗ്രസ് ആണ് ഹിന്ദു മുസ്ലിം എന്ന വിഭജനം ആദ്യമായി നടത്തിയത്. തുർക്കിയെ ഇംഗ്ലണ്ട് ആക്രമിച്ചപ്പോൾ, ഒന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ തുർക്കി ആക്രമിക്കപ്പെട്ടപ്പോഴാണ് മുസ്ലിങ്ങളിൽ ഈ ചില പരിഷ്കരണവാദികൾക്ക്, ഓറിയന്റൽ ഈ അലിഗാർ യൂണിവേഴ്സിറ്റിയിലൂടെ വളർന്നു വന്ന പണ്ഡിതന്മാർക്ക് കൂടി ബ്രിട്ടീഷുകാരോട് വിരോധമുണ്ടായത്. അതിനെ മുതലെടുത്തുകൊണ്ട് അവരെ കൂടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാക്കുവാൻ കോൺഗ്രസ് ആണ് ചരിത്രത്തിൽ ആദ്യമായി ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിച്ചത്. അവർക്ക് ആനുകൂല്യങ്ങൾ നൽകി, അവർക്ക് പ്രത്യേക പദവികൾ നൽകി, അവരെ കൂടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാക്കുവാൻ മതപരമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. എന്തുകൊണ്ട്? 905-ലും 857-ലും അവരല്ലാതെ തന്നെ ഒന്നിച്ചു വരാൻ വേണ്ടി ദേശീയ മുസ്ലിം എന്ന ഒരു വിഭാഗം ഉയർന്നു വന്നാൽ ആ ദേശീയ മുസ്ലിമിനെ വളർത്തുവാനല്ലേ കോൺഗ്രസ് ശ്രമിക്കേണ്ടിയിരുന്നത്? ദേശീയ മുസ്ലിങ്ങളെ വളർത്തുന്നതിന് പകരം ഇസ്ലാമിക പൗരന്മാരെ സൃഷ്ടിക്കുവാൻ, മതപരമായ മുസ്ലിം വേർതിരിവാദം സൃഷ്ടിക്കുവാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ഉദാഹരണം, മറ്റെവിടെയും പോകുന്ന പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് ജിന്ന എങ്ങനെയാണ് രാഷ്ട്രപിതാവായതെന്ന് നിങ്ങൾക്കറിയുമോ? ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. തുർക്കിയിലെ ഖലീഫയുടെ സ്ഥാനത്തെ എടുത്തു കളഞ്ഞ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരമാണ്, ആഗോളതലത്തിൽ നടത്തിയ സമരമാണ് ഖിലാഫത്ത് സമരം. ആ ഖിലാഫത്ത് സമരം കോൺഗ്രസ് ഏറ്റെടുത്തു, മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാക്കാൻ. അപ്പോൾ ജിന്ന, കോൺഗ്രസുകാരനായ ജിന്ന അന്ന് പറഞ്ഞത് ഇത് ചെയ്യരുത്, ഖിലാഫത്ത് പ്രസ്ഥാനം മതപരമായ പ്രശ്നമാണ്, ആ മതപരമായ പ്രശ്നം സ്വാതന്ത്ര്യ സമരത്തിൽ എടുത്തു ചേർക്കരുത് എന്ന് പറഞ്ഞ് ജിന്ന ആ പ്രസ്ഥാനത്തിൽ നിന്ന് പിൻവലിയുകയാണ് ചെയ്തത്. ഗാന്ധിജിയും കോൺഗ്രസുകാരും അത് അനുവദിക്കാതെ, അംഗീകരിക്കാതെ ഖിലാഫത്തിനെ ഏറ്റെടുത്തപ്പോൾ ദേശീയ വികാരമല്ല കോൺഗ്രസിനെ നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്ന ഇംഗ്ലണ്ടിലേക്ക് വക്കീൽ പണിക്ക് പോവുകയാണ് ചെയ്തത്. ആ ജിന്ന പിന്നെ 30-ന് ശേഷമാണ് തിരിച്ചു വന്ന് പാകിസ്ഥാൻ വാദിയായി മാറിയത്. ആ ജിന്ന എന്തുകൊണ്ട് ദേശീയ മുസ്ലിമായി നിലനിന്നു? അതുപോലെയുള്ള ജിന്നമാരെ എന്തുകൊണ്ട് സൃഷ്ടിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല? ആ ജിന്നയുടെ പിൻഗാമികളെ ആയിരുന്നില്ലേ നമ്മൾ സൃഷ്ടിക്കേണ്ടിയിരുന്നത് ഭാരതത്തിൽ? അവരെ സൃഷ്ടിക്കാതിരുന്നത് കൊണ്ടാണ് പിന്നീട് ഭാരതത്തിലേക്ക് വന്ന ഈ വിഭജനം എന്നുള്ള അവസ്ഥ ഇന്ന് നാം നേരിട്ടത്. കോൺഗ്രസ് നടത്തിയ സ്വാതന്ത്ര്യ സമരം ആര് നയിച്ചു? കോൺഗ്രസ് നടത്തി. കോൺഗ്രസ് നടത്തിയ ഏതെങ്കിലും ഒരു സമരം വിജയിച്ച ചരിത്രം നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾ പഠിച്ച ചരിത്രത്തിൽ ഏതെങ്കിലും ഒരൊറ്റ സമരം വിജയിച്ചു? സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ഏതെങ്കിലും സമരം, കോൺഗ്രസ് നടത്തിയ സമരം ഒന്നുപോലും വിജയിച്ചിട്ടില്ല. 1942-ലെ സമരത്തിന് ശേഷം കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടില്ല. പിന്നെ ഈ 5 കൊല്ലത്തിനിടയിൽ ആരാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തത്? 42-ൽ പരാജയപ്പെട്ട ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശേഷം 5 കൊല്ലം ഭാരതീയർ വെറുതെ ഇരിക്കുകയായിരുന്നു ചെയ്തത്. അതിനിടയിലും മഹാവിപ്ലവങ്ങളും യുദ്ധങ്ങളും നടന്നിരുന്നു. അവസാനത്തെ അടിയടിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. 45-ൽ അദ്ദേഹം
വടക്ക് ഏഷ്യൻ പ്രദേശത്ത് നിന്ന് വന്ന് സിംഗപ്പൂർ വരെ കടന്നു വന്നില്ലേ INA ഭടന്മാരുമായിട്ട്. ആ യുദ്ധമാണ് അവസാനത്തെ യുദ്ധം. സുഭാഷ് ചന്ദ്രബോസിന്റെ യുദ്ധം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. രണ്ടാമത് മഹായുദ്ധം അവസാനിച്ചതിന്റെ പേരിൽ തിരിച്ചുപോയ സുഭാഷ് ചന്ദ്രബോസ് നടത്തിയ യുദ്ധത്തിന്റെ പിന്നാലെ ഡൽഹിയിലുണ്ടായിരുന്ന പട്ടാളക്കാർ കലാപം നടത്തി. ഇന്ത്യൻ പട്ടാളം, ഭാരതത്തിന്റെ സൈനികർ നാവിക കലാപം ഉണ്ടായി. ബോംബെയില് നാവിക കലാപം, ഡൽഹിയില് എയർഫോഴ്സ് സമരം നടത്തി. ഈ രണ്ടു കൂട്ടരുടെ സമരം നടക്കുന്നത് കണ്ടപ്പോൾ അവർ മദ്രാസിലേക്കും കൽക്കട്ടയിലേക്കും വ്യാപിച്ചു. അവിടുത്തെ സൈനികർ വിപ്ലവങ്ങൾ പ്രഖ്യാപിച്ചു. സൈനിക വാഹനങ്ങളിലെല്ലാം ദേശീയ പതാക കെട്ടി അവർ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ബ്രിട്ടീഷ് പട്ടാളമാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. ജയ് ഹിന്ദും ദില്ലി ചലോ എന്നും പറഞ്ഞ മുദ്രാവാക്യം. അവർ ചെങ്കൊടിയും ത്രിവർണ്ണ പതാകയും കാവിക്കൊടിയും അവരുടെ സൈനിക വാഹനങ്ങളിൽ, ബ്രിട്ടീഷ് പടക്കപ്പലുകളിൽ ത്രിവർണ്ണ പതാക കെട്ടി, എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങളിൽ ത്രിവർണ്ണ പതാക കെട്ടി എല്ലാ പ്രദേശങ്ങളിലും സൈനികർ വിപ്ലവം ആരംഭിച്ചു. ഇത് കണ്ട് ആവേശഭരിതരായ INA ഭടന്മാർ, ഡൽഹിയിൽ പിടിക്കപ്പെട്ട INA ഭടന്മാരുണ്ടായി. അവർ വീണ്ടും ഡൽഹിയിൽ മാർച്ച് നടത്തി. ആ INA ഭടന്മാരുടെ മാർച്ച് കണ്ട് ആവേശഭരിതരായ വിപ്ലവകാരികളായ ഈ നാവിക സൈനികരും ഈ എയർഫോഴ്സ് സൈനികരും കൂടി ചേർന്ന് ഡൽഹിയിൽ ആയുധത്തോടുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ മാർച്ച് നടത്തി. സൈനിക മാർച്ച് നടത്തുക മാത്രമല്ല, അവിടെ കലാപങ്ങൾ, വെടിവെപ്പുകൾ, ബോംബേറുകൾ, ഗ്രനേഡ് പൊട്ടിക്കലുകൾ ഒക്കെ ഉണ്ടായി. ഈ സമരത്തെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് ആ നാവികരുടെയും വൈമാനികരുടെയും തലവന്മാർ കോൺഗ്രസ് നേതാക്കന്മാരോട് പോയി പറഞ്ഞു. ഈ വിപ്ലവത്തെ നിങ്ങൾ ഏറ്റെടുക്കുക, ഇതാ വിപ്ലവ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും. അന്ന് ആ വിപ്ലവകാര്യങ്ങളെ ചതിക്കുകയാണ് നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്തത്. അന്ന് ചതിച്ച് നേടിയ സ്വാതന്ത്ര്യമാണിത്. അന്ന് അവർ അധികാരത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൊട്ടാരങ്ങളുടെ ഇരുണ്ട ഇടനാഴികൾ അധികാരത്തിന്റെ കസേര തങ്ങൾക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ. അന്ന് നേടിയ പാഠമുണ്ടല്ലോ. 1857-ലും 1905-ലും നേടിയ ആ പാഠം നമ്മൾ ഇന്ന് സ്മരിക്കുവാൻ കഴിയുമോ? നമ്മുടെ നേതാക്കന്മാർക്ക് ഇന്ന് നൽകുവാൻ കഴിയുമോ? അങ്ങനെ ഒരു പാഠം ജാതിക്കതീതമായി ഏത് വിപ്ലവകാരിയെ പോലും ചുംബിച്ച ഭാരതത്തിനെ നയിച്ച നേതാക്കന്മാരിൽ നിന്ന് ഇന്നത്തെ നായകന്മാർ ജയിലിൽ കിടക്കുന്ന ക്രിമിനൽ കുറ്റവാളികളെ അനുമോദിക്കുവാൻ, ആശീർവദിക്കുവാൻ, അവരുടെ കാലുകഴുകി വെള്ളം കുടിക്കുവാൻ മത്സരിക്കുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് 857-ന്റെ പാഠം പറയുവാൻ അർഹതയുണ്ടോ? അന്ന് ആ പാഠം കൊണ്ടുകൊണ്ട് നമ്മൾ പണിയെടുത്തിരുന്നെങ്കിൽ 47-ൽ വിഭജനം ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾ കണ്ണീരോടുകൂടി, എത്ര ആൾക്കാർ ഇപ്പോഴും കണ്ണീരോടുകൂടി കഴിയുന്നു എന്നറിയുമോ? 10,000-കണക്കിന് കുടുംബങ്ങൾ അന്ന് എരിഞ്ഞടങ്ങി, ലക്ഷക്കണക്കിന് ആൾക്കാർ അന്ന് ജീവിതം ഹോമിച്ചു. വിഭജനത്തിന്റെ പേരിൽ നവഖാലിയിൽ കൂട്ടക്കൊല നടക്കുമ്പോൾ ഗാന്ധിജി തോട്ടിക്കോളനിയിലായിരുന്നു. മിണ്ടാവ്രതം എടുത്തുകൊണ്ട് ഉത്തരം പറയുവാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഭജനമുണ്ടായതിന്റെ ഉത്തരവാദികൾ, ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദികൾ ഈ രാഷ്ട്രീയക്കാരാ. ഇന്ന് ഈ നാടിനെ നയിക്കുന്ന രാഷ്ട്രീയക്കാർ. അവർ പഠിപ്പിച്ച പാഠങ്ങൾ നാം തെറ്റായി പഠിച്ചതുകൊണ്ടാണ് നമുക്ക് അവരെ ചോദ്യം ചെയ്യുവാനോ അവർ പഠിപ്പിച്ചതിനെ തെറ്റായ പാഠത്തെ തിരുത്തുവാനോ നമുക്ക് കിട്ടിയാത്തത്. ഈ പാഠം നിങ്ങൾ പഠിക്കേണ്ടതിന്റെ ആവശ്യത്തിന്റെ പ്രസക്തി ഇവിടെയാണ്. 857-ന്റെ ചരിത്രം പഠിക്കുമ്പോഴും അതിന് മുൻപും ശേഷവും നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോഴും യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിയോ, അത് നേടിത്തരുവാനാണോ നമ്മുടെ നായകന്മാർ പണിയെടുത്തത് എന്ന് നിങ്ങൾ പഠിക്കണം. ഇനിയെങ്കിലും പഠിക്കണം. ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ 47-ൽ വിഭജനം ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ ഇന്ന് ഇവിടെ രാജ്യബന്ധനം നടത്തുമ്പോൾ 1905 രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു തന്ന പ്രതിജ്ഞ, ഈ നാടിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുവാൻ, മതത്തിനതീതമായി ഒന്നിച്ചു നിൽക്കുവാൻ ഉള്ള പ്രേരണ നിങ്ങൾക്ക് കിട്ടുമോ ഈ രാജ്യബന്ധനത്തിലൂടെ? 1857-ന്റെ 150 വർഷം ആചരിക്കുമ്പോൾ അന്ന് സ്വാതന്ത്ര്യ സമര സേനാനികൾ മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യത്തിന്റെ സുന്ദരമായ ഒരവസ്ഥയില്ലേ? ആ വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്വാതന്ത്ര്യമെന്ന്. ആ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിതം കൊടുത്തത്, ജീവൻ നൽകിയത്, വിപ്ലവ പ്രവർത്തനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യം എന്നാൽ എന്താണ് എന്നതിന്റെ വാക്യം ഗീതാഞ്ജലിയിൽ അദ്ദേഹം എഴുതിയത്. എവിടെ ശിരസ് ഉന്നതവും മനസ്സ് നിർഭയവുമായിരിക്കുന്നുവോ, എവിടെ അറിവ് സ്വതന്ത്രമായിരിക്കുന്നുവോ, എവിടെ ഇടുങ്ങിയ ഭിത്തികളാൽ ലോകം കൊച്ചു കഷ്ണങ്ങളായി വിച്ഛിന്നമാക്കപ്പെടാതിരിക്കുന്നുവോ, എവിടെ അക്ഷീണ സാധന
പൂർണ്ണതയുടെ നേർക്ക് അതിന്റെ കൈകൾ നീട്ടുന്നുവോ? എവിടെ യുക്തിയുടെ സ്വച്ഛന്ത പ്രവാഹം നിർജീവ ആചാരങ്ങളുടെ മരുഭൂമിയിലൊഴുകി വഴിമുട്ടാതിരിക്കുന്നുവോ? എവിടെ ചിരവികസിതമായ ചിന്തയിലേക്കും കർമ്മത്തിലേക്കും അങ്ങ് ചിത്തത്തെ നയിക്കുന്നുവോ? ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് എന്റെ ദൈവമേ, എന്റെ രാജ്യം ഉണരണമേ. അറിവ് സ്വതന്ത്രമായിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം. നിർഭയമായ മനസ്സോടുകൂടി ജീവിക്കുവാൻ കഴിയുന്ന അവസ്ഥയ്ക്കാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആത്മാവിഷ്കാരത്തിനുള്ള അവസ്ഥയ്ക്കാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നിർഭയമായ മനസ്സുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഡൽഹിയിലൂടെ നടക്കുവാൻ കഴിയുമോ? നിർഭയമായ മനസ്സുകൊണ്ട് ശിരസ് ഉയർത്തിപ്പിടിച്ച് കൈകൾ വീശിക്കൊണ്ട് നിങ്ങൾക്ക് തിരുവനന്തപുരം പട്ടണത്തിലൂടെ ഭയമില്ലാതെ ഇന്ന് നടക്കുവാൻ കഴിയുമോ ഈ ദിനത്തിൽ? പിന്നെ ഏത് സ്വാതന്ത്ര്യമാണ് നാം നേടിയത്? സ്വരാജ്യം നേടിയെങ്കിലും സ്വാതന്ത്ര്യം നമുക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യം തരാതെ അത് തട്ടിക്കളഞ്ഞ നമ്മുടെ കാപാലികന്മാരായ ദുഷ്ടന്മാരായ സത്യസന്ധതയില്ലാത്ത നേതാക്കന്മാരെ നിന്നും നമ്മൾ സ്വാതന്ത്ര്യത്തിനെ വീണ്ടെടുക്കുവാൻ, യഥാർത്ഥ സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കുവാൻ കഴിയണമെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ഹോമിച്ച ലക്ഷാവധി സ്ത്രീകളുടെയും കുട്ടികളുടെയും വൃദ്ധന്മാരുടെയും യുവാക്കന്മാരുടെയും ജീവിതത്തിനെ തകർത്ത, സ്വന്തം ജീവിതം തകർത്ത് നേടുവാൻ, സ്വാതന്ത്ര്യം നേടുവാൻ പണിയെടുത്ത ഈ പൂർവികന്മാരുടെ മുഴുവൻ സ്മരണ നമ്മുടെ ബോധമണ്ഡലത്തിലൂടെ ഒരു നിമിഷം മിന്നിമറയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ആ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്കൊരു പ്രതിജ്ഞ എടുക്കുവാൻ കഴിയുമെങ്കിൽ, സ്വരാജ്യത്തിൽ നിന്നും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ നാടിനെ നയിക്കുവാനുള്ള കരുത്ത് എനിക്കേകണമേ എന്ന ടാഗോറിന്റെ പ്രാർത്ഥന ഏറ്റുപാടിക്കൊണ്ട് ആ കരുത്ത് നമുക്ക് ഏവർക്കും കിട്ടുവാൻ ഈ രാജീവബന്ധനം എനിക്ക് പ്രേരണയാകണമേ. അതിലൂടെ ഭാവിയിലെങ്കിലും ഖണ്ഡിതമായി പോയ, വിഭജിച്ചു പോയ ഭാരതമാതാവിന്റെ ശരീരത്തിനെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി പൂർണ്ണ രൂപത്തോടെ കാണുവാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടാകണമേ. അതിനുവേണ്ടി പണിയെടുക്കുവാനുള്ള കരുത്ത്, മനസ്സിന്റെ കരുത്ത്, ശരീരത്തിന്റെ കരുത്ത് പോരാ, ഇച്ഛാശക്തി എന്ന് പറയുന്ന ഒരു സ്വഭാവം നേടുവാൻ ഇടിവാളിനെ വെല്ലുന്ന വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതാണ്. ഉരുക്കുപോലത്തെ ഞരമ്പുകളും ഇരുമ്പ് പോലത്തെ പേശികളും ഇടിവാളിനെ വെല്ലുന്ന ഇച്ഛാശക്തിയുമുള്ള ആൾക്കാരാണ് ഭാരതത്തിന്റെ ഭാരത സൃഷ്ടിക്ക് വേണ്ടത്. അതിന് ഉള്ള കരുത്താർജിക്കുവാൻ ഇത്തരം പരിപാടികൾ നിങ്ങൾക്ക് പ്രേരണയാകുമെങ്കിൽ ആ പ്രേരണയൊന്നു മാത്രമാണ് ഭാവി ഭാരതത്തിന്റെ പ്രതീക്ഷ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാജീവബന്ധനം നടത്തുവാനും അതിലൂടെ ഈ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഭാവി ഭാരതത്തിനെ ശോഭനമാക്കുവാനുള്ള പ്രവർത്തനത്തിൽ പഠിച്ച നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഇനിയും പഠിക്കേണ്ടതുണ്ട്, ഇനിയും അറിയേണ്ടതുണ്ട്.